ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു നൽകുന്ന വഹയിന്റെ വെളിച്ചത്തിലൂടെ അല്ലാതെ സ്വർഗ്ഗം നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. യുഅ്മിനൂന ബിൽ ഗൈബ്, സത്യവിശ്വാസികൾ ഗൈബിൽ വിശ്വസിക്കുന്നവരാണ്, ഗൈബുള്ളവരാണ്, ഗൈബിൽ വിശ്വസിക്കുന്നവരാണ്, കാണാത്ത ലോകത്തെ വിശ്വസിക്കുന്നവരാണ്. എന്തുകൊണ്ടാണ് വിശ്വസിക്കുന്നത്? ആ ലോകം കണ്ടുവന്ന ഒരു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ ലോകത്തെ സംബന്ധിച്ച് ദിവ്യമായ വെളിപാടുകൾ ലഭിക്കുന്ന റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തന്നതിന്റെ പേരിൽ നമ്മൾ വിശ്വസിക്കുന്നവരാണ്. മിഅ്റാജിന്റെ രാവിൽ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആകാശലോകത്തേക്ക് ഉയർന്നു പോവുകയും ഹബീബായ തങ്ങൾ സ്വർഗ്ഗലോകം കടക്കുകയും സ്വർഗ്ഗത്തിലേക്ക് എത്തുകയും ചെയ്തപ്പോൾ സമയത്തു ഖശ്ഫ, ഞാൻ എന്റെ പിറകിൽ ഒരു കാലൊച്ച കേട്ടു എന്ന് റസൂലുള്ളാഹ്. കാലൊച്ച കേട്ടു. ഞാൻ നോക്കുമ്പോൾ ഫഇദാ ഹുവ ബിലാൽ, ബിലാലേ അത് നിങ്ങളായിരുന്നുവെന്ന് മദീനയിൽ അന്ന് ജീവിച്ചിരിപ്പുണ്ട് ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു. ഞാൻ നിങ്ങളവിടെ കണ്ടു ബിലാലേ. ബിലാലേ, അല്ലാഹു നിങ്ങൾക്ക് നൽകുന്ന ഈ മഹാപ്രതിഫലം, സബഖ്തനി ഇലൽ ജന്നതി യാ ബിലാൽ, ബിലാലേ എന്നെക്കാളും മുമ്പ് നിങ്ങൾ സ്വർഗ്ഗത്തിലെത്തുമല്ലോ, എത്തിയല്ലോ. അത് സബ്ഖ് ഖിദ്മ, ഒരു VIP ഗസ്റ്റ് വരുമ്പോ ഖിദ്മത്തിന്റെ ആളുകൾ ആദ്യം പോകുന്ന, എന്നിട്ട് റൂമൊക്കെ സെറ്റ് ചെയ്തിട്ടാ ശൈഖന്മാര് വരിക അല്ലെ, അല്ലെങ്കിൽ ഗസ്റ്റുകൾ വരിക എന്ന പോലെ സ്വർഗത്തിലേക്ക് ആദ്യം കടക്കുന്നത് നബി തന്നെയാണ്. അതുമായി ഇതിന് വൈരുദ്ധ്യമില്ല. പക്ഷേ സ്വർഗം ഒരുക്കി വെക്കാൻ ബിലാൽ ഇബ്നു റബാഹ് എന്നവർ ഹബീബിന്റെ മുമ്പ് കടക്കുന്നുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തേ നിങ്ങൾ അങ്ങനെ വരാൻ കാരണം? എന്തേ നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മം ഏതാണ്? ഇത് പറഞ്ഞപ്പോ ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയേ മാ തവല്ലഅതു വുദൂഅൻ, ഞാൻ എപ്പോൾ വുദൂ എടുത്തിട്ടുണ്ടോ, എപ്പോൾ വുദൂ എടുത്താലും അല്ലാഹുവിന് വേണ്ടി എനിക്ക് കഴിയുന്നത്ര സുന്നത്തുകൾ നിസ്കരിക്കാത്ത വുദൂ ഇല്ല നബിയേ, ഞാൻ എപ്പോഴും വുദൂയിലാണ്. അതുതന്നെയാണ് ബിലാലെ നിങ്ങൾക്ക് സ്വർഗ്ഗപ്രവേശം വളരെ പെട്ടെന്ന് കിട്ടാൻ കാരണമെന്ന് റസൂലുള്ളാഹ്. ദുനിയാവെന്ന് സ്വർഗമെന്ന് കിട്ടിപ്പോയ സന്തോഷ വാർത്ത കിട്ടിയ മഹത്തുക്കളിൽ ഒരാൾ അശറത്തുൽ മുബശ്ശരീനുണ്ട്. ثم الرضا عن أبي بكر وعن عمر وعن علي وعن عثمان ذي الكرم سعد سعيد زبير طلحة وأبي عبيدة وابن عوف عاشر الكرم. മഹാനായ ഇമാമുന ബൂസീരി റഹ്മത്തുള്ളാഹി അലൈഹി 10 പേരെ ഒരു ഇരുത്തത്തിൽ നബിതങ്ങൾ പറഞ്ഞ 10 പേർ പല തവണകളായി ഒരുപാട് ആളുകൾക്ക് വേറെയും സ്വർഗ്ഗപ്രവേശം കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഒരൊറ്റ ഇരുത്തത്തിൽ നബിതങ്ങൾ പറഞ്ഞ 10 പേർ, അവരാണ് നമ്മൾ അശ്റ അൽ മുബശ്ശരീൻ എന്ന് പറയാം. മൗലായൊക്കെ ചൊല്ലല്ലേ രസമായിട്ട്? റമളാന്റെ ക്ഷീണുണ്ടോ എല്ലാവർക്കും? سعد سعيد زبير طلحة وأبي عبيدة وابن عوف عاشر الكرم مولاي حبيبك خير الخلق كلهم. ثم الرضا عن أبي بكر وعن عمر وعن علي وعن عثمان ذي الكرم مولاي على حبيبك خير الخلق كلهم. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي على حبيبك خير الخلق كلهم. പരിശുദ്ധമായ ഉഹദ് രണാങ്കണം കഴിഞ്ഞപ്പോ പരിശുദ്ധമായ ഉഹദിനെ സംബന്ധിച്ച് നബി തങ്ങൾ പറയാറുണ്ട്, ഉഹദ് യുഹിബ്ബുനാ വനുഹിബ്ബുഹു, ഉഹദ് മലയോട് നമ്മോട് സ്നേഹമുണ്ട്, നമുക്ക് ഉഹദിനോട് സ്നേഹമുണ്ടെന്ന് ഹബീബായ തങ്ങൾ പറയാറുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉഹദിന്റെ ശുഹദാക്കളിലുണ്ട് മഹാനായ അനസ് ഇബ്നു നദർ റളിയല്ലാഹു അൻഹു. നബി തങ്ങൾ
സഅദ് തങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു, സഅദേ, ഷഹീദായി കിടക്കുന്ന അനസ് ബിൻ നദർ ഉണ്ടോ എന്ന് നോക്കണം. അനസ് ബിൻ നദർ അവിടെ ബാക്കിയുണ്ടോ എന്ന് ചെന്ന് നോക്കണം. എങ്ങാനും ജീവനോടെ ബാക്കിയിരിപ്പുണ്ടെങ്കിൽ ചോദിക്കണം, കൈഫ തജിദുക യാ അനസ്, അനസ് ബിൻ നദറേ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കണം. വഅബ്ലഗുഹു മിന്നി സലാം, എന്റെ ഒരു അസ്സലാമു അലൈക്കും എന്ന് അവരോട് പറയണം. സഅദേ, സഅദ് റളിയല്ലാഹു അൻഹു ഉഹദ് രണാങ്കണത്തിലെ ശുഹദാഇന്റെ ഇടയിലൂടെ ഇങ്ങനെ നോക്കുന്നു. എവിടെയാണ് അനസ് ഉള്ളത്? അനസ് ബിൻ നദർ റളിയല്ലാഹു അൻഹു നോക്കുമ്പോൾ ഒരിടത്ത് മരണത്തോടെ മല്ലടിക്കുകയാണ്. ഷഹാദത്തിന്റെ ചിറകേറി സ്വർഗലോകത്തേക്ക് പറക്കാനിരിക്കുകയാണ്. ഓടി വന്നുകൊണ്ട് ചോദിച്ചു, യാ അനസു, അനസ് എന്നവരെ, ഇന്ന റസൂലല്ലാഹി യഖ്രിഉക അസ്സലാം, അല്ലാഹുവിന്റെ ഹബീബ് നിങ്ങളോട് അസ്സലാമു അലൈക്കും എന്ന് പറയുന്നുണ്ട്. അസ്സലാമു അലൈക്കും എന്ന് പറയുന്നുണ്ട്. യഖ്രിഉക അസ്സലാം, കൈഫ തജിദുക, നിങ്ങളോട് ചോദിക്കുന്നുണ്ട് എന്തുണ്ട് വിവരമെന്ന്, എന്താണ് വിശേഷമെന്ന് ചോദിക്കുന്നുണ്ട്. അനസേ, എന്താണ് നിങ്ങളുടെ വിവരം? പറയുന്നു, അബ്ലിഗുഹു മിന്നി സലാം, നബിയോട് എന്റെ സലാം പറയണേ. സ്വലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് പറയണേ. വഇന്നീ ലഅജിദു റീഹൽ ജന്നഹ്, വഇന്നീ ലഅജിദു റീഹൽ ജന്നഹ് മിൻ സൗബി ഉഹദ്, ഉഹദിന്റെ ഭാഗത്ത് നിന്ന് എനിക്ക് സ്വർഗത്തിന്റെ വാസന വരുന്നുണ്ട് എന്ന് നബിയോട് പറയണം. സഅദേ, ഉഹദിൽ കിടക്കുമ്പോൾ സ്വർഗം വാസനിച്ചു പോയ സ്വഹാബികളുണ്ട്. സ്വർഗത്തിന്റെ വാസന ഉഹദിന്റെ മുറ്റത്തേക്ക് വന്നിട്ടുണ്ടെന്നാണ് അതിനർത്ഥം. സ്വർഗത്തിന്റെ വാസന ഞാൻ അറിയുന്നു, നബിയോട് പറയണം. ഷഹീദാകാൻ പോകുന്ന ഒരു സ്വഹാബി അല്ലാഹുവിന്റെ റസൂലിനോട് പറയാൻ അറിയിച്ചുപോയി, സ്വർഗം ഞാൻ അനുഭവിച്ചു പോകുന്നു. അല്ലാഹുവേ, അങ്ങോട്ടെത്താൻ ഞങ്ങൾക്കൊക്കെ തൗഫീഖ് നൽകണേ തമ്പുരാനെ. സഈദ് ഇബ്നു സൈദ് റളിയല്ലാഹു അൻഹു അന്നൊരു യുദ്ധത്തിലാണ്, നോമ്പുകാരനാണ്. 2-3 ദിവസമായി ഉറങ്ങിയിട്ട് കൂട്ടുകാരൻ പറഞ്ഞു, സഈദ്, ഒരുപാടായില്ലേ നിങ്ങൾ ത്യാഗം ചെയ്യുന്നു, ഒന്ന് ഉറങ്ങിക്കൂടെ, കുറച്ചൊരൽപ്പം ഉറങ്ങിക്കൂടെ? യുദ്ധത്തിനൊക്കെ ഒരു ഉന്മേഷം കിട്ടാൻ വേണ്ടി കുറച്ചൊന്ന് ഉറങ്ങിക്കൂടെ? സഈദ് റളിയല്ലാഹു അൻഹുവിനോട് കൂട്ടുകാരൻ ചോദിച്ചു. എന്നാ ഞാൻ കുറച്ച് ഉറങ്ങട്ടെ എന്ന് പറഞ്ഞു. ഉറങ്ങാൻ കിടന്നു. ഉറങ്ങാൻ കിടക്കുമ്പോ മഹാനായ സഈദ് റളിയല്ലാഹു അൻഹു ഉറക്കത്തിൽ ഇങ്ങനെ വിളിച്ചു പറയുന്നുണ്ട്, ലാ യാ ഐനാ ഉമർദിയ, ലാ യാ ഐനാ ഉമർദിയ, ലാ യാ ഐനാ ഉമർദിയ, ഇല്ല ഇല്ല, വേണ്ട വേണ്ട, ഐനാ, വേണ്ട ഐനാ, വേണ്ട ഐനാ. ഇത് കേട്ടപ്പോ കൂട്ടുകാരൻ തട്ടിവിളിച്ച് ചോദിച്ചു, അല്ല സഈദ്, എന്താണ് പറയുന്നത്? ആരെയാ വിളിക്കുന്നത്? പെണ്ണിന്റെ പേരാണല്ലോ വിളിച്ചത്. ഐനാ ഉമർദിയ, ആരെയാണ് ഈ വിളിക്കുന്നത്? കൂട്ടുകാരനോട് പറയുന്നു, കൂട്ടുകാരാ, റഅയ്തു റുയാ, ഞാനൊരു സ്വപ്നം കണ്ടു. സ്വാലിഹീങ്ങൾ കാണുന്ന സ്വപ്നങ്ങളിൽ അർത്ഥമുണ്ട്. ഞാനൊരു സ്വപ്നം കണ്ടു. എന്റെ അരികത്തേക്ക് ഹൂരികളിൽപ്പെട്ട സ്വർഗീയ സുന്ദരിമാരിൽപ്പെട്ട ഒരു പെണ്ണ് കടന്നു വരുന്നു. എന്നെ കാണുന്നു, എന്നോട് ചോദിക്കുന്നു, സഈദ്, ഇങ്ങോട്ട് പോരാ നേരമായില്ലേ? തുഫ്തിറു ഇൻദനാ, ഞങ്ങളുടെ അടുത്ത് വന്ന് നോമ്പ് തുറക്കുന്നില്ലേ? നീ ആരാണ്? ഞാൻ നിങ്ങൾക്ക് വേണ്ടി അല്ലാഹു ഒരുക്കി വെച്ച സ്വർഗീയ ഹൂറിയാണ്. എന്റെ പേര് ഐനാ ഉമർദിയ എന്നാണ്. ആ ഐനാ ഉമർദിയെ സഈദ് റളിയല്ലാഹു അൻഹു കണ്ണുകൊണ്ട് കാണുന്നു. ചോദിക്കുന്നു, നീ എന്റെ ഭാര്യയാണെങ്കിൽ അരികത്ത് വന്നിരിക്കെ. ഇല്ല സഈദേ, മാസിൽത ഫിദ്ദുന്യാ, നിങ്ങൾ ഇപ്പോഴും ദുന്യാവിലാണ്, നിങ്ങൾ മരിച്ചിട്ടില്ല, അതുകൊണ്ട് നമുക്ക് തൊടാൻ സമയമായില്ല. 3 ദിവസം കൂടെ കാത്തിരിക്കണം. 3-ാമത്തെ നാൾ നിങ്ങൾ മരിക്കും. അന്ന് നോമ്പ് തുറക്കുന്നത് ഞങ്ങളുടെ അരികത്ത് വെച്ചാണ്. അവള് പോകുമ്പോഴാണ് ഞാൻ വിളിച്ചു പറഞ്ഞത്, പോവല്ല ഐനാ ഉമർദിയ, ലാ യാ ഐനാ ഉമർദിയ, ലാ യാ ഐനാ ഉമർദിയ, നീ പോവല്ലേ പോവല്ലേ എന്ന് സഈദ് റളിയല്ലാഹു അൻഹു. അപ്പോഴാ നിങ്ങൾ എന്നെ വിളിച്ചത്. ഈ സ്വപ്നം ഞാൻ മരിക്കുന്നവരെ ആരോടും പറയരുത് എന്ന് സഈദ് റളിയല്ലാഹു അൻഹു. മുഅ്മിനീങ്ങളൊക്കെ അങ്ങനെയാണ്. വല്ല കറാമത്തുകളുണ്ട്. കാനൂ യുഖ്ഫൂന കറാമാതിഹിം വകാനൂ അശദ്ദ ഹയാഅൻ, അവരെ അത്ഭുതങ്ങൾ ഉണ്ടായാൽ പറയൂല.
പറയരുത് എന്ന് പറയും. മരിച്ചതിന് ശേഷം പറഞ്ഞു എന്ന് പറയും. ജീവിച്ചിരിക്കുന്ന കാലത്ത് പറയാൻ വിടൂല. അതാണ് അതിൻ്റെ ഏറ്റവും നല്ല ശൈലിയും രീതിയും. അങ്ങനെയാണ് വേണ്ടത്. സഈദ് റളിയല്ലാഹു അൻഹു നോമ്പെടുക്കുന്നു. യുദ്ധത്തിൽ നോമ്പുകാരനാണ്. 3-ാമത്തെ ദിവസം നോമ്പുകാരനാണ്. ആ സ്വപ്നത്തിൽ കണ്ടത് പ്രകാരം ഇന്നാണ് സ്വർഗത്തിലേക്കുള്ള യാത്ര. അന്നും യോദ്ധാവാണ്. സഈദ് റളിയല്ലാഹു അൻഹു യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോ നോമ്പുകാരനായി യുദ്ധം ചെയ്യുമ്പോ സൂര്യാസ്തമയത്തിന്റെ മുമ്പാണ് ഒരു അമ്പ് തറക്കുന്നത് കഴുത്തിൽ. മഹാനായ സഈദ് റളിയല്ലാഹു അൻഹുവിനോട് നോമ്പ് മുറിക്കാൻ വേണ്ടി പറഞ്ഞു, കൂട്ടുകാരൻ വെള്ളം തരട്ടെ. എനിക്ക് വേണ്ട, ഇന്നെന്റെ നോമ്പ് തുറ സ്വർഗലോകത്താണെന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടില്ലേ? ഐനാഉ മർദിയ എന്നെ നോമ്പ് തുറക്കാൻ വിളിച്ചിട്ടുണ്ട്, ഞാൻ അങ്ങോട്ട് പോവുകയാണ്. നോമ്പുകാരനായി നോമ്പ് നോച്ച് ആ പറഞ്ഞ പ്രകാരം 3-ാമത്തെ ദിവസമാണ് മഹാനവറുകൾ സൂര്യാസ്തമയത്തിന്റെ മുമ്പ് ലോകത്തോട് വിട പറയുന്നത്. ആരെയാണോ നാളെ സമീപിക്കാൻ പോകുന്നത് ആ സ്വർഗീയ സഹധർമ്മിണിയെ കണ്ടുകൊണ്ടുള്ള ഒരു യാത്ര. വലിയ സൗഭാഗ്യമല്ലേ? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ശുദ്ധമായ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്നു. വഹുവ സ്വായിം, നോമ്പുകാരനായിരുന്നുവല്ലോ. മഹാനവറുകൾ വല്ലദീ തസ്തഹീ മിൻഹു മലായികത്തുർ റഹ്മാൻ, കാരുണ്യവാനായ അല്ലാഹുവിന്റെ മലക്കുകൾ പോലും നാണം കുണുങ്ങുന്ന മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. അന്നത്തെ രാഷ്ട്രീയ കാബാലികന്മാർ മഹാനവറുകളുടെ വീട്ടിലേക്ക് ഇരച്ചു കയറി വരുമ്പോ മഹാനവറുകളുടെ പ്രിയപ്പെട്ട ഭാര്യ അവിടുന്ന് പറയുകയുണ്ടായി, അല്ലാഹുവിന്റെ ഹബീബിന്റെ കൂടെ ജീവിച്ച് നടന്ന ഹബീബിന്റെ 2 പെൺമക്കളെ കല്യാണം ചെയ്തു കൊടുത്ത ഹബീബിന്റെ സ്വഹാബിയെ നിങ്ങൾ കൊല്ലുകയാണോ? ഉസ്മാൻ തങ്ങളോട് സ്വഹാബികൾ പറഞ്ഞു, ഉസ്മാൻ എന്നവരെ, നിങ്ങളൊരു ചെറിയ സൂചന തന്നാൽ ഞങ്ങൾ നിങ്ങളോടൊപ്പം പടപൊരുതാം, യുദ്ധം ചെയ്യാം, നിങ്ങൾക്ക് പ്രതിരോധം തീർക്കാം, പ്രൊട്ടക്ഷൻ തരാം. ഉസ്മാൻ തങ്ങൾ പറഞ്ഞെന്താണെന്നറിയോ? എനിക്ക് വേണ്ടി നിങ്ങളാരും മരിക്കണ്ട. റഅയ്തു റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ മനാം, ഹബീബിനെ ഞാൻ ഇന്നലെ കണ്ടു. എന്റെ ഹബീബ് എന്നോട് ചോദിച്ചു, ഉസ്മാനേ തുഫ്തിറു ഇൻദനൽ യൗം, നിങ്ങളുടെ നോമ്പെടുത്തിട്ട് ആ നോമ്പ് മുറിക്കുന്നത് എന്റെ അരികത്താവാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേ? എന്റെ അരികത്തേക്ക് പോരുന്നില്ലേ നോമ്പ് മുറിക്കാൻ? നോമ്പുകാരനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കഴുത്തിലേക്ക് കഠാര ഇറങ്ങുമ്പോ മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു കുതിച്ചത്, എന്റെ ഹബീബിന്റെ കൂടെ നോമ്പ് തുറക്കാൻ ഞാൻ പോവുകയാണ്, എന്തിന് വിഷമിക്കണം? സ്വർഗം കണ്ടുകൊണ്ടുപോയി ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. അബൂ തൽഹ റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട ഭാര്യയുണ്ട് ഉമ്മു സുലൈം, ഉമൈസാ ബീവി റളിയല്ലാഹു അൻഹ. ഉമ്മു സുലൈം ബീവി പ്രിയപ്പെട്ട കൊച്ചുമോൻ മരണപ്പെട്ടപ്പോഴാണ്, ചെറിയ കുഞ്ഞുമോൻ മരണപ്പെട്ടപ്പോഴാണ് സ്വന്തം ഭർത്താവിനോട് അറിയിക്കാതെ വിഷമിപ്പിക്കാതെ ക്ഷമയോടുകൂടെ ഒരു ഉമ്മാക്ക് ചെയ്യാൻ പറ്റുന്നതിന്റെ പരമാവധി. കുഞ്ഞു മരിച്ചാൽ എങ്ങനെയായിരിക്കും? ഭർത്താവിനെ അറിയിക്കാതെ ക്ഷമിച്ച് ആ രാത്രിയിൽ ഭർത്താവിന്റെ കൂടെ ശയിച്ച് പിറ്റേന്ന് രാവിലെയാണ് മോൻ മരിച്ച വിവരം പറഞ്ഞത്. ചരിത്രം നമുക്കറിയാം. ഉമൈസാ ബീവി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിഅ്റാജിന് പോയപ്പോൾ പറഞ്ഞുവല്ലോ, ഞാൻ കണ്ടു ഉമൈസാ, ഞാൻ കണ്ടു ഇംറഅത അബീ തുൽഹ, അബൂ തുൽഹ റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട ഭാര്യയെ കണ്ടു. എന്താണ് ഇവിടെ പ്രത്യേകത? അസ്വാബിറത്തുൽ ആബിദ, നന്നായി ക്ഷമിച്ചിരുന്ന, അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്തിരുന്ന ഒരു മഹദിയെ സ്വർഗ്ഗലോകത്ത് വെച്ച് കണ്ടു. അവര് ഭൂമിയിൽ ജീവിച്ചിരിക്കെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വലിയ സൗഭാഗ്യങ്ങളല്ലേ, വലിയ ഭാഗ്യമല്ലേ? ഇവിടുന്ന് അറിഞ്ഞു ഡെസ്റ്റിനേഷൻ സ്വർഗമാണ്. ഹബീബായ നബി തങ്ങൾക്കൽപ്പം ഭക്ഷണവുമായി കയ്യിലെടുത്ത് വരുന്നു ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹ. ഹബീബിന് വേണ്ടി ഭക്ഷണം കൊണ്ടുവരികയാണ്. അല്ലാഹുവിന്റെ റസൂലിന് വേണ്ടി ഭക്ഷണം കയ്യിൽ. കറിയാണോ അല്ല ഭക്ഷണമാണോ, റിവായത്തുകളിൽ വ്യത്യാസമുണ്ട്. ബീവിയുടെ കയ്യിലൊരു ഭക്ഷണമുണ്ട് നബിക്ക്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്നിട്ട് പറഞ്ഞു, നബിയേ ഇന്നല്ലാഹ യുഖ്രിഉകസ്സലാം, അങ്ങയോട് അല്ലാഹു അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിരിക്കുന്നു നബിയേ, അല്ലാഹുവിന്റെ സലാമുണ്ട്.
വഇന്നല്ലാഹ യുഖ്രിഉ ഖദീജ ബിവിയോടും അല്ലാഹു അസ്സലാമു അലൈക്കും എന്ന് ബിവിയോട് പറയുന്നുണ്ട്. വബശ്ശിർഹാ ബിജന്ന മിൻ ഖസബിൻ ലാ നസബ ഫീഹാ വലാ വസബ്. ഖദീജ ബിവിക്ക് അല്ലാഹു തആല മുത്തുകളാൽ നിർമ്മിതമായ ഒരു കൊട്ടാരം നൽകുന്നുണ്ട് എന്ന് പറയണം. മിൻ ഖസബ് ലുഅത്തുൻ മുജവ്വഫ, മനോഹരമായ മുത്തുകളെ കൊണ്ടുണ്ടാക്കിയ ഒരു സ്വർഗലോകം ഖദീജ ബീവിക്ക് അല്ലാഹു കൊടുക്കാൻ പോകുന്നുവെന്ന് പറയണേ നബിയേ. ലാ സഖബ ഫീഹാ വലാ നസബ്. ആ വീട്ടിൽ കയറിയാൽ അവിടെ ബഹളങ്ങൾ കേൾക്കേണ്ടി വരില്ല, അവിടെ ക്ഷീണമില്ല, വിഷമമില്ല. അങ്ങനത്തെ ഒരു വീട് ഖദീജ ബീവിക്കുണ്ട് എന്നും പറയണം നബിയേ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഹബീബായ തങ്ങളോട് ഖദീജ ബീവിക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. മഹദിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി ജീവിച്ചവരെ കാത്തിരിക്കുന്നത് റബ്ബിന്റെ സ്വർഗ്ഗലോകമാണ്. ഫീഹാ മാ ലാ ഐനുൻ റഅത് വലാ ഉദുനുൻ സമിഅത് വലാ ഖതറ അലാ ഖൽബി ബശർ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായ തങ്ങൾ സദസ്സിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് നിബിധങ്ങൾ മുഖം വലിക്കുന്നത്. മുഖത്തേക്ക് എന്തെങ്കിലും വരുമ്പോഴേക്കും മുഖം നമ്മൾ രക്ഷിക്കാൻ വേണ്ടി മാറ്റുന്ന പോലെ ഹബീബായ തങ്ങൾ അങ്ങനെ മാറ്റിയപ്പോ സ്വഹാബികൾ ചോദിച്ചു, യാ റസൂലല്ലാഹ്, നബിയേ, എന്തേ അങ്ങനെ ചെയ്യാൻ കാരണം? എന്തു പറ്റി? എന്താണ് സംഭവിച്ചത് നബിയേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അല്ലാഹുവിന്റെ സ്വർഗ്ഗലോകത്ത് നിന്ന് ഒരു മുന്തിരിയുടെ കുല എന്റെ മുമ്പിലേക്ക് അല്ലാഹു കൊണ്ടുതന്നു. ആ മുന്തിരിക്കുല ഞാൻ എടുക്കുകയായിരുന്നുവെങ്കിൽ ലോകാവസാനം വരെയുള്ള മുഴുവൻ ആളുകൾക്കും അത് തന്നെ മതിയായിരുന്നേനെ. ഞാനത് കണ്ടു, ഞാനന്ന് എടുത്താലോ എന്ന് ഞാനന്ന് ചിന്തിച്ചു പോയി എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗ്ഗലോകത്തിന്റെ ഒരംശം അല്ലാഹു ഭൂമിയിൽ ബാക്കി വെച്ചു പോയിട്ടുമുണ്ടല്ലോ. സ്വർഗ്ഗലോകത്തിന്റെ രണ്ടംശങ്ങൾ ഭൂമിയിലുണ്ട്. ഒന്ന്, നമ്മുടെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റവും കൂടുതൽ ഇബാദത്തിന് വേണ്ടി നടന്നിരുന്ന ഭൂമി ഏതോ? മാ ബൈന ബൈതി വ മിൻബരി റൗളത്തുൻ മിൻ റിയാദിൽ ജന്നഹ്. എന്റെ വീടിന്റെയും മിൻബറിന്റെയും ഇടയിലുള്ള സ്ഥലം സ്വർഗീയ പൂങ്കാവനം. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി, പരിശുദ്ധമായ മദീനയിലെ റൗള, ഹബീബ് അന്ത്യവിശ്രമം കൊള്ളുന്ന പരിശുദ്ധമായ ഖബർ ഷരീഫിനരികത്തുള്ള ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിൽ നിന്ന് മിഹ്റാബിലേക്ക് ഏറ്റവും കൂടുതൽ നിസ്കാരത്തിന് നടന്നിരുന്ന ആ ഭൂമിയാണ് അല്ലാഹു സ്വർഗ്ഗത്തിന്റെ മണ്ണായി പ്രഖ്യാപിച്ചത്. അത് സ്വർഗ്ഗത്തിന്റെ കഷ്ണമാണ്. ഹജറുൽ അസ്വദ് യാഖൂതത്തുൻ മിൻ യവാഖീതിൽ ജന്നഹ്. സ്വർഗ്ഗത്തിന്റെ മനോഹരമായ കല്ലുകളിൽ, മരതകങ്ങളിൽ ഏറ്റവും നല്ല കല്ലാണ്, സ്വർഗ്ഗത്തിന്റെ മുത്തുകളിൽപ്പെട്ട മുത്താണ് ഹജറുൽ അസ്വദ് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഖാം ഇബ്രാഹിമിനെ സംബന്ധിച്ചും അങ്ങനെ അഭിപ്രായമുണ്ട്. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം ചവിട്ടി നിന്ന് ഇബ്രാഹിം നബിയുടെ കാലടിയാളങ്ങൾ പതിഞ്ഞിട്ടുള്ള ആ കല്ല് സ്വർഗ്ഗത്തിന്റെ കല്ലാണെന്ന് ഹദീസിൽ. സ്വർഗീയ കഷ്ണങ്ങളാണ് ഈ ഭൂമിയിൽ അള്ളാഹു നമുക്ക് മാറ്റിവെച്ചിട്ടുള്ളത്. അള്ളാഹു അവിടങ്ങൾ കാണാനും തൊടാനും മുറ്റാനും അവിടങ്ങൾ എത്തിപ്പെടാനുമുള്ള തൗഫീഖ് ഒരുപാട് നമുക്ക് അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. റസൂലുള്ളാഹി സ്വർഗ്ഗലോകം മനോഹരമായി വിവരിച്ചു തന്നിട്ടുണ്ട്. ഇന്ന ഫിൽ ജന്നതി ലഗുറഫാ യുറാ ളാഹിറുഹാ മിൻ ബാതിനിഹാ വബാതിനുഹാ മിൻ ളാഹിരിഹാ. സ്വർഗ്ഗലോകത്ത് ചില റൂമുകളുണ്ട്. പുറത്തുനിന്ന് നോക്കിയാൽ അതിന്റെ ഉള്ളകം കാണാം, ഉള്ളെന്ന് നോക്കിയാൽ അതിന്റെ പുറം ഭാഗവും കാണാം. നമുക്കൊരു റൂമിന്റെ അകത്തിരുന്നാൽ അതിന്റെ ഉള്ളിലുള്ള വോൾ മാത്രമേ കാണാൻ പറ്റൂ, അതിന്റെ പുറം കാണാൻ കഴിയില്ല. പുറത്തിറങ്ങിയാൽ അകത്തെ റൂമിന്റെ സൈഡ് നമുക്ക് കാണാൻ കഴിയില്ല. പക്ഷേ സ്വർഗ്ഗലോകത്ത് ഇങ്ങനെ ചില മനോഹരമായ വീടുകൾ ഉണ്ടെന്നാണ്. അപ്പൊ അങ്ങനെ ആലോചിക്കും, അങ്ങനെയാണെങ്കിൽ നാട്ടുകാരൊക്കെ കാണൂലേ അതിനടുത്ത് കൂടെ പോകുമ്പോ? അവിടെ ആർക്കും അസൂയയില്ല, പകയില്ല, എത്തിനോട്ടമില്ല, ആരെയും വിഷമിപ്പിക്കലില്ല. അങ്ങനൊന്നും അവിടെ ഉണ്ടാവുന്നില്ല.
ഇന്ന ഫിൽ ജന്നതി ലഗുറഫാ യുറാ ളാഹിറുഹാ മിൻ ബാതിനിഹാ വബാതിനുഹാ മിൻ ളാഹിരിഹാ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവർ ചോദിച്ചു, നബിയേ, ആർക്കാണ് നബിയേ ഈ വീടുള്ളത്? അത് ആർക്കൊരുക്കി വെച്ചതാണ്? അല്ലാഹു ഒരുക്കി വെച്ചിരിക്കുന്നു. ലിമൻ അത്വാബൽ കലാം വഅത്അമത് തുആം താബഅ സിയാം സ്വല്ലാ ബില്ലൈലി വന്നാസു നിയാം. 4 കാര്യങ്ങൾ ചെയ്യുന്നവർക്കാണ് ഈ സ്വർഗ്ഗ വീട് ഒരുക്കി വെച്ചു എന്ന് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലിമൻ അത്വാബൽ കലാം, നല്ല വാക്ക് പറയുന്നവർ, ഖൗലൻ സദീദ, പരുഷമായ വാക്ക് ഉപയോഗിക്കാത്ത, പരുഷമല്ലാത്ത വാക്ക് ഉപയോഗിക്കുന്നവർ. ലിമൻ അത്വയബൽ കലാം വഅലാനൽ കലാം, അങ്ങനെയും വന്നു ഹദീസിൽ. ലിമൻ ത്വയ്യബൽ കലാം, അങ്ങനെയും വന്നു. ഏറ്റവും നല്ല വാക്ക് പറയാ. സത്യവിശ്വാസികളുടെ വാക്കുകൾ അങ്ങനെയാവണമെന്നാണ്. നല്ലതേ പറയാവൂ, അത് സൗമ്യമായേ പറയാവൂ. അഹങ്കാരത്തിന്റെ വാക്കുകൾ ഉപയോഗിച്ചുകൂടാ, പരുഷമായി സംസാരിച്ചുകൂടാ. അങ്ങനെയാണ് അത്വയബൽ കലാം. ലിമൻ അത്വാബൽ കലാം, സംസാരം വളരെ മൃദുവായി നല്ല നിലക്ക് ഹബീബായ തങ്ങൾ പറഞ്ഞ പോലെ. അല്ലാഹുമ്മ ജഅൽനാ മിൻഹും വഅത്അമത് തുആം, ഭക്ഷണം കൊടുത്തവർ, ജനങ്ങൾക്ക്, പക്ഷികൾക്ക്, മൃഗങ്ങൾക്ക്, നമ്മളറിയാത്ത സ്ട്രേഞ്ചേഴ്സിന്, മനുഷ്യർക്ക്, കഷ്ടപ്പെടുന്നവർക്ക്, ബന്ധുക്കൾക്ക്, സുഹൃത്തുക്കൾക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കുക. ഇതൊരു വലിയ കൂലിയുള്ള കാര്യമാണ്. നമ്മുടെയൊക്കെ സംസ്കാരത്തിൽ അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ നമ്മുടെ പല ഇബാദത്തുകളുടെയും ഭാഗമായി ഭക്ഷണ വിതരണം കാണും. ഭക്ഷണം വിതരണം ചെയ്യാൻ ഒരു മഹാൻ അനുസ്മരിക്കുകയാണ്, ഒരു നേർച്ച നടക്കുകയാണ്, ഒരു ഉറൂസ് നടക്കുന്നു, അവരനുസ്മരിക്കുന്ന സമയമാണ്. ആ പുണ്യമായ നേരത്ത് ഭക്ഷണ വിതരണം എന്നൊരു പുണ്യകർമ്മം. ആളുകൾ ഭക്ഷണം കഴിക്കട്ടെ. ഭക്ഷണം കഴിപ്പിക്കുക അല്ലാഹുവിന് ഇഷ്ടമാണ്. ഭക്ഷണം കഴിപ്പിച്ചവർക്ക് റമദാൻ കഴിഞ്ഞതിന്റെ ശേഷവും സുന്നത്തായി നോമ്പെടുക്കുന്ന ആളുകൾക്ക്, നോമ്പ് നിരന്തരം എടുക്കുന്നവർക്ക് ജനങ്ങളൊക്കെ കിടന്നുറങ്ങുമ്പോൾ എഴുന്നേറ്റ് നിസ്കരിക്കുന്നവർക്കും അല്ലാഹു ഒരുക്കി വെച്ചു. അകത്തു നിന്ന് പുറവും പുറത്തു നിന്ന് അകവും കാണപ്പെടുന്ന സ്വർഗീയ ലോകത്തെ സവിശേഷമായ മനോഹരമായ വീടുകൾ ഇവർക്കാണ് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തആല നമുക്ക് ആ കർമ്മങ്ങൾ ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ. 4 വിഷയമാണ് ഇവിടെ പറഞ്ഞത്. ഒന്ന് അത്വാബൽ കലാം, അലാനൽ കലാം, അല്ലെങ്കിൽ ത്വയ്യബൽ കലാം, സംസാരം മൃദുവാക്കുക. ചെയ്യാൻ വല്ല പ്രയാസമുണ്ടോ? ഇല്ല. ചൂടാവാണ്ടിരിക്കുകയാണ്. ചൂടാർക്കും ഇഷ്ടമല്ല, പിന്നെ ഇപ്പം എന്തിനാ ചൂടാന്ന്? അപ്പോ കാര്യങ്ങൾ വളരെ മനോഹരമായി സൗമ്യമായി പറഞ്ഞു കൊടുക്കുക. അത്വാബൽ കലാം, റമദാനൊക്കെയാണ്, നോമ്പ് തുറപ്പിക്കുന്നു. റമദാൻ കഴിഞ്ഞ് ഒരു ഫാമിലി ഗെറ്റ് ടുഗദർ, ബന്ധുക്കളൊക്കെ വിളിച്ചിട്ടൊരു ഭക്ഷണം, അയൽവാസികൾക്കൊക്കെ ഒരു ഭക്ഷണം. കല്യാണവും സൽക്കാരം ഉണ്ടായിട്ട് മാത്രം ഭക്ഷണം കൊടുക്കണമെന്നുണ്ടോ? ഇല്ല. കഴിവുള്ള ആളുകളൊക്കെ ആണെങ്കിൽ, പാവപ്പെട്ടവരൊക്കെ ഉണ്ടെങ്കിൽ പ്രത്യേകിച്ചും അവരൊക്കെ ഒന്ന് വിളിച്ചൊരു ഭക്ഷണം. أفضل الصيام صيام داود صيام داود عليه السلام كان يصوم يوما ويفطر يوما. അല്ലാഹുവിന് ഇഷ്ടമുള്ള നോമ്പ് ദാവൂദ് നബിയുടെ നോമ്പായിരുന്നു. യസൂമു യൗമൻ വയഫ്തിറു യൗമാ. അവര് സുന്നത്തായി നോമ്പ് അനുഷ്ഠിക്കുമ്പോ ഒരു ദിവസം എടുക്കും, അടുത്ത ദിവസമില്ല, പിറ്റേന്നുണ്ട്, പിറ്റേന്നില്ല, അങ്ങനെ ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ നോമ്പെടുക്കുന്ന ശീലം ദാവൂദ് നബിക്കുണ്ട്. അത് അല്ലാഹുവിന് ഇഷ്ടമാണ് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റമദാൻ കഴിഞ്ഞാലും നോമ്പെടുക്കുക. പ്രത്യേകിച്ച് യൗമുൽ ഇത്നൈൻ വൽ ഖമീസ്, തിങ്കളാഴ്ചയും വ്യാഴാഴ്ച ദിവസങ്ങളിൽ, അയ്യാമുൽ ബീദിന്റെ അറബ് മാസം 13, 14, 15 ദിവസങ്ങളിൽ പുണ്യമായി വരുന്ന മറ്റു സവിശേഷമായ ദിനങ്ങളിലൊക്കെ സുന്നത്ത് നോമ്പെടുത്തുകൊണ്ടിരിക്കുക. അവർക്കും ഈ സ്വർഗലോകത്ത് വീടുണ്ട്. എല്ലാവരും കടന്നുറങ്ങുമ്പോൾ എഴുന്നേറ്റ് 2 റക്അത്ത് അല്ലാഹുവിന് വേണ്ടി തഹജ്ജുദ് നിസ്കരിക്കുന്നവർ, ഖിയാമുൽ ലൈൽ നിസ്കരിക്കുന്നവരെ അവർക്ക് അല്ലാഹു ഒരുക്കി വെച്ചിരിക്കുകയാണ് സവിശേഷമായത്.
കാരണം ജനങ്ങളെല്ലാവരും ചെയ്യുന്നതല്ല ഇത് സവിശേഷമല്ലേ. അതുകൊണ്ട് എല്ലാവർക്കും കൊടുക്കുന്ന സ്വർഗമല്ല, നിങ്ങൾക്ക് നൽകുന്ന സ്വർഗം സവിശേഷമായ സ്വർഗമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചിരിക്കുന്നു. ഈ ഗുണങ്ങൾ ജീവിതത്തിലേക്ക് പകർത്താനും ശീലമാക്കാനും കാരുണ്യവാനായ അല്ലാഹുവേ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ തമ്പുരാനെ. ഒന്ന് എഴുന്നേറ്റ് ഒരു സ്വലാത്ത് ചൊല്ലിയിരിക്കുകയാണ്. സ്റ്റേജിൽ ഉള്ളവർ എഴുന്നേൽക്കരുത്. ജസാക്കുമുല്ലാഹ്. صلوا على النبي محمد وآله اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ഹബീബിന്റെ ഹളറത്തിലേക്ക് ഈ സ്വലാത്ത് സലാം അല്ലാഹുവേ എത്തിച്ചു കൊടുക്കണേ തമ്പുരാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇമാം ബുഖാരി തങ്ങളും മുസ്ലിം തങ്ങളും ഉദ്ധരിക്കുന്നു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ ഇന്ന അഹ്ലൽ ജന്നah ലയതറാഊന അഹ്ലൽ ഗുറഫി മിൻ ഫൗഖിഹിം കമാ യതറാഊന അൽ കൗകബ അദ്ദുരി. സ്വർഗ്ഗലോകത്ത് തട്ടുകളുണ്ട്. ഇന്നലിൽ ജന്നതി മിഅത ദറജ, സ്വർഗ്ഗത്തിന് 100 ലെവലുകളുണ്ട് എന്ന് ഹബീബായ തങ്ങൾ പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതൊരു മൾട്ടി സ്റ്റോറി ബിൽഡിംഗ് ആയിട്ട് സങ്കല്പിക്കരുത്. മാ ബൈന കുല്ലി വാഹിദിൻ, ഓരോന്നിനും ഇടയിലുള്ള വ്യത്യാസം. മാ ബൈന സമാഇ വൽ അർദ്, ഭൂമിക്കും ആകാശത്തിനും ഇടയിലെ വ്യത്യാസം പോലെ. മസീറത്തു 500 ആം, മുത്തനബി തങ്ങൾ പറഞ്ഞത് ആകാശഭൂമികൾക്കിടയിലുള്ള ദൂരം 500 വർഷത്തെ വഴിദൂരം എന്നാണ്. അത് എങ്ങനെയെന്ന് പറഞ്ഞില്ല, നമ്മൾ സങ്കല്പിക്കുകയാണ്. പ്രകാശവേഗതയിലൊക്കെ പോയാൽ 500 കൊല്ലത്തെ വഴിദൂരം എന്ന് സയൻസ് എന്ന് പറയുന്നുണ്ട്. ഏതായിരുന്നാലും ദ ലിമിറ്റ്സ് ഓഫ് സ്റ്റാർസ് നമുക്ക് എത്തിപ്പെടാൻ പറ്റിയിട്ടില്ല. അത്രയുമുള്ള വ്യത്യാസം ഓരോ ലെവലിലും ഉണ്ടെന്നും അങ്ങനത്തെ 100 തട്ടുകളാണ് സ്വർഗത്തിനെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സത്യവിശ്വാസി സ്വർഗത്തിൽ കടന്നാൽ സങ്കടപ്പെടുന്ന ഒരു വിഷയമുള്ളൂ, ഒരൊറ്റ വിഷയം. നമ്മളൊക്കെ വിചാരിക്കൂലേ വെറുതെ കടന്നിട്ടാ മതിയായിരുന്നു റബ്ബേ, ഇപ്പൊ അത്രയേ ഉള്ളൂ, വലിയ മോഹമൊന്നുമില്ല. സ്വഹാബികളൊക്കെ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്, നമ്മളതിനെ കുറ്റപ്പെടുത്താനും വയ്യ. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ ദർസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ, മഹാനവറുകൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ പറഞ്ഞു ഇബ്നു മസ്ഊദ് എന്നവരോട്, ഇബ്നു മസ്ഊദ് എന്ന അല്ലാഹുവിന്റെ ഹബീബ്, ഏതൊരാളിന്റെ കാലിന്റെ അടിഭാഗം അല്ലാഹുവിന്റെ അർശിൽ തട്ടിനിൽക്കുന്നുവെന്ന് പറഞ്ഞു. ആ മഹാനാണ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. ഹബീബിന്റെ കാത്തിബുൽ വഹയാണ്, ഹബീബിന്റെ അമീനാണ്. അവരിങ്ങനെ ക്ലാസ് എടുക്കുമ്പോൾ ഒരാൾ പറഞ്ഞു, അള്ളാഹുവിന്റെ മുമ്പിലേക്ക് ചെല്ലുമ്പോ അസ്ഹാബുൽ യമീനിൽ പെടാനല്ല എന്റെ ആഗ്രഹം, എനിക്ക് മുഖർറബീങ്ങളിൽ പെടണം. ഉലൈകൽ മുഖർറബൂൻ. അസ്ഹാബുൽ യമീൻ, വലതുപക്ഷക്കാർ എന്ന് ഖുർആൻ പറഞ്ഞ നന്മയുടെ പക്ഷക്കാർ, അവര് സ്വർഗവാസികളാണ്. പക്ഷെ അവരെക്കാളും ഒരു പിടി ഗ്രേഡ് മേലെയാണ് മുഖർറബീങ്ങൾ. അദ്ദേഹം പറയാണ്, എന്റെ ആഗ്രഹേ, നമ്മൾ പറയില്ല എനിക്ക് SLC പാസ്സാവോ +2 എന്നല്ല, എനിക്ക് ഡിഗ്രിയും PGയും കഴിഞ്ഞ് ഡോക്ടറേറ്റ് എടുക്കണം, അല്ലെങ്കിൽ ഒരു IAS ഒക്കെ എടുക്കണം എന്നൊക്കെ പറയുന്ന പോലെ അദ്ദേഹം പറഞ്ഞു, അസ്ഹാബുൽ യമീൻ അല്ല എനിക്ക് വേണ്ടത്, എനിക്ക് മുഖർറബീങ്ങൾ പെടണം എന്നാണ് എന്റെ ആഗ്രഹം എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ മഹാനായ ഗുരു അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, വഇന്നഹാ ഹുനാ ലറജുല, ഇവിടെ ഒരാൾ ഇരിക്കുന്നുണ്ട്, യതമന്നാ ലൗ മാത ലം യുബഅസ്, മരിച്ചുപോയി കഴിഞ്ഞാൽ ഒരു പുനർജന്മം പോലും ഉണ്ടാകല്ലേ എന്ന് വിചാരിക്കുന്ന ഒരാൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. അസ്ഹാബുൽ യമീൻ അല്ല അയാളുടെ വിഷയം, മുഖർറബീങ്ങൾ പെടണമെന്നല്ല വിഷയം. എനിക്ക് മരണശേഷം ഒരു പുനർജന്മം തന്നെ ഇല്ലായിരുന്നെങ്കിൽ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന കാലം ഓർക്കാൻ വയ്യ എന്ന്, മരിച്ചു കഴിഞ്ഞാൽ അതിന്മ തീർന്നു എന്ന് അള്ളാഹു പറയുകയാണെങ്കിൽ എന്ന് കൊതിക്കുന്ന ഒരാൾ ഇവരിയ്ക്കുന്നുണ്ട്. യഅനി നഫ്സ, സ്വന്തത്തെ കുറിച്ച് പറയാണ്, എന്റെ ആഗ്രഹം, ഞാൻ അതാണ് ആഗ്രഹിക്കുന്നത്. മഹാനായ അള്ളാഹുവിന്റെ സാഹിദും ആബിദീങ്ങളുമായ മഹത്തുക്കളൊക്കെ അങ്ങനെ ആലോചിച്ചു പോയിട്ടുണ്ട്. മഹാനായ സുഫിയാൻ സൗരി റളിയല്ലാഹു അൻഹു 1000 വർഷം കഴിഞ്ഞ് നരകത്തിൽ നിന്ന് മോചനം കിട്ടി സ്വർഗത്തിലേക്ക് വരുന്ന ഒരാളിന്റെ കഥ പറഞ്ഞു കൊടുക്കുമ്പോ മഹാനവറുകൾ പറഞ്ഞു, അർജു അൻ നകൂന ഹുവ, 1000 കൊല്ലം നരകത്തിൽ കടന്ന് സ്വർഗത്തിലേക്ക് വരുന്ന ആൾ ഞാനായിരുന്നെങ്കിൽ എന്ന് കൊതിക്കുന്നു എന്ന് മഹാനായ അല്ലാമ സുഫിയാൻ സൗരി റളിയല്ലാഹു അൻഹു. എന്തേ പറയാൻ കാരണം എന്നറിയോ?
അള്ളാഹുവിന്റെ നരകത്തിൽ അയാൾ ശാശ്വതനായി കിടക്കുന്നില്ലല്ലോ. 1000 കൊല്ലം കഴിഞ്ഞാൽ എന്റെ സ്വർഗം അള്ളാഹു നൽകുന്നുണ്ടല്ലോ, അത്രയെങ്കിലും എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ. ഇന്ന് സ്വർഗത്തേക്ക് ടിക്കറ്റ് മുറിച്ചു കൊടുത്തു കഴിഞ്ഞു, ഉറപ്പാണ് പോയിക്കോളി. സുബ്ഹാനല്ലാഹ്. ഹബീബായ നബിയും സഹാബികളും അങ്ങനെ ചിന്തിക്കുമായിരുന്നില്ല. വളരെ പേടിയിലായിരുന്ന, വിഷമത്തിലായിരുന്നവരെ മുബശ്ശരീങ്ങളിൽപ്പെട്ട മുബശ്ശറും ബിൽ ജന്നയല്ലേ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഹബീബായ തങ്ങൾ പറയുന്നുണ്ട്, ദഖൽതുൽ ജന്ന, സ്വർഗ്ഗത്തിലേക്ക് ഞാൻ പ്രവേശിച്ചു. ഫൈദാ അന ബിഖസ്റിൻ മിൻ ദഹബ്, സ്വർണ്ണത്തിന്റെ ഒരു കൊട്ടാരമുണ്ട് അവിടെ. സ്വർണ്ണത്തിന്റെ ഒരു കൊട്ടാരം ഞാൻ കണ്ടു അവിടെ. ഞാൻ ചോദിച്ചു, ലിമൻ ഹാദൽ ഖസ്ർ, ആർക്കുള്ളതാണ് ഈ കൊട്ടാരം, ആരുടേതാണിത്? ഖാലൂ ലിശാബിൻ മിൻ ഖുറൈശ്, ഇത് ഖുറൈശികളിൽപ്പെട്ട ഒരു യുവാവിനുള്ളതാണ്, ഒരു ചെറുപ്പക്കാരനുള്ളതാണ്. ഖുറൈശികളിലെ ഒരു യുവാവിനാണ്. ഫളനൻതു അന്നീ അനഹു, ഞാൻ ആലോചിച്ചു പോയി, ഒരു പക്ഷേ എനിക്കുള്ളതാവാം. അഫ്ളലുൽ ബശറല്ലേ, ഖൈറുൽ ഖൽഖല്ലേ, അല്ലാഹുവിന്റെ മെഹബൂബല്ലേ. ഹബീബ് ചിന്തിച്ചു പോയി, എനിക്കുള്ളതാണോ എന്ന്. വമൻ ഹുവ, ആരാണ് ആ ഖുറൈശി ചെറുപ്പക്കാരൻ എന്ന് ഞാൻ ചോദിച്ചു. ഖാലൂ, അവര് പറഞ്ഞു, ഉമർ ഇബ്നുൽ ഖത്താബ്, ഇത് ഖത്താബിന്റെ മകൻ ഉമർ ഇബ്നുൽ ഖത്താബ് എന്ന ഉമർ റളിയല്ലാഹു അൻഹു അവർക്കുള്ളതാണ് എന്ന് എന്നോട് പറഞ്ഞു. റഅയ്തു ബിഫിനാഇഹാ ജാരിയതൻ, സ്വർഗീയ സുന്ദരിയായ ഒരു ചെറുപ്പക്കാരി പെണ്ണിനെ ഞാൻ ആ കൊട്ടാരത്തിന്റെ മുമ്പിൽ കാണുകയും ചെയ്തു. ഉമറേ, എനിക്കൊന്ന് തോന്നി ആ വീട്ടിലൊന്ന് കയറിയാലോ എന്ന്, അതിന്റെ ഉള്ളൊന്ന് കാണണമെന്ന് തോന്നിപ്പോയി. നിങ്ങളുടെ വീടല്ലേ? ഉമറേ, നിങ്ങൾ വല്ലാത്ത ആത്മീയമായ അഭിമാനബോധമുള്ളവരല്ലയോ, ഞാൻ ആ കയറിയത് നിങ്ങൾക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്ന് വിചാരിച്ച് ഞാൻ കയറിയില്ല ഉമറേ എന്ന് പറഞ്ഞപ്പോഴാണ് കരഞ്ഞുകൊണ്ട് ഫാറൂഖ് തങ്ങൾ പറഞ്ഞത്, എന്റെ ഹബീബായ നബിയേ, അലൈക അഗാർ, അങ്ങയോട് എനിക്ക് ദേഷ്യം വരുമോ നബിയേ, ഒന്ന് കയറിക്കൂടായിരുന്നോ നബിയെ എന്റെ ആ വീട്ടിലേക്ക്? മഹാനായ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, ലൈതനീ ഷജറതൻ തുഅലദ്, ഞാൻ കൊതിച്ചു പോവുകയാണ് ഭൂമിയിൽ, ഞാനൊരു മരമായി ജീവിക്കുകയും ആ മരം പിന്നീട് പിഴുതെടുക്കപ്പെടുകയും നശിപ്പിക്കപ്പെടുകയും ഇല്ലായ്മ ചെയ്യപ്പെടുന്ന ഒരു വൃക്ഷമായി പോയിരുന്നെങ്കിലെന്ന് ഈ സന്തോഷ വാർത്തയൊക്കെ അറിഞ്ഞതിന്റെ ശേഷം സ്വർഗത്തെ സംബന്ധിച്ച് അവിടെ കടക്കാൻ മാത്രം യോഗ്യത എനിക്കുണ്ടോ എന്ന് ചിന്തിച്ച മഹാനാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ബൈനൽ ഖൗഫി വർ-റജാ, ഈ പേടിയും ഭയവും, എന്നാൽ അല്ലാഹുവിന്റെ റഹ്മത്തിൽ പ്രതീക്ഷയും. സ്വർഗലോകത്ത് 100 ലെവലുകളാണെന്നാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്വർഗലോകത്ത് ഒരാൾ കടന്നാൽ സ്വർഗത്തിൽ കടക്കുന്നവർക്ക് പിന്നെ സങ്കടം വരുന്ന ഒരു വിഷയമേ ഉള്ളൂ, ഒരൊറ്റ വിഷയം. എങ്ങനെ? പടച്ചോനെ, ഞാനിപ്പോ 3-ാം തട്ടിലായി പോയല്ലോ റബ്ബേ, ഇതിന്റെ മീതെ 97 തട്ട് വേറെ കിടക്കാണ്. അല്ലാഹുവേ, ഞാൻ ആ ദുഹാനസ്കാരം 2 റക്അത്ത് എന്നും നിസ്കരിച്ചിരുന്നുവെങ്കിൽ, ആ സുന്നത്തായ നോമ്പ് ഞാൻ എല്ലാ തിങ്കളാഴ്ചയും എല്ലാ വ്യാഴാഴ്ചയും എടുത്തിരുന്നുവെങ്കിൽ, പടച്ചവനെ, രാത്രി നിങ്ങൾ അവസാനം നിസ്കരിക്കുന്നത് വിതറാകണേ എന്ന് മുത്തഹബീബ് പറയുകയും അത് വാജിബാണെന്ന് അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി സ്വന്തം മദ്ഹബിൽ സ്ഥാപിക്കുകയും പ്രബലമായ സുന്നത്തായി ഇമാമുന ശാഫിഈ തങ്ങൾ ഗണിക്കുകയും ചെയ്ത ആ ഒരു വിതർ നിസ്കാരം 1 റക്അത്തെങ്കിലും ഉറങ്ങുന്നതിന്റെ മുമ്പ്, സുബ്ഹിക്ക് മുമ്പ് അവസാനത്തെ റക്അത്ത് ഒരു വിതർ നിസ്കാരമാക്കിയിരുന്നെങ്കിൽ, ഒരു നന്മ ഞാൻ ചെയ്തിരുന്നുവെങ്കിൽ, അല്ലാഹുവേ, എനിക്ക് ഈ 3-ൽ നിന്ന് ഒരു 27ലേക്ക് എത്താൻ പറ്റുമായിരുന്നല്ലോ. സ്വർഗത്തിലെത്തിയാൽ അങ്ങനെ ഒരു മനുഷ്യൻ സങ്കടപ്പെട്ടു പോകുമെന്നാണ് സ്വർഗവാസികളുടെ സങ്കടം. പിന്നെ അതായിരിക്കും നമ്മൾ വെറുതെ പറയാൻ, അവിടെ കയറിയാൽ നമുക്ക് വേറെ സങ്കടമൊന്നും ഉണ്ടാവില്ല. ഗൾഫിക്ക് പോകാൻ ആദ്യം എന്താ പറയാ, ഒരു ബക്കാല വിസ ആണെങ്കിൽ തിരക്കേടില്ല, ഒരു വിസ കിട്ടിയാൽ മതി, ബാക്കിയൊക്കെ ഞാൻ അങ്ങനെ ഒരു വിസ സംഘടിപ്പിച്ചു കൊടുക്കുന്നു. സൂപ്പർ മാർക്കറ്റിലേക്ക്, റഹ്മാനായ റബ്ബേ, 14 മണിക്കൂർ ജോലിയല്ലേ, ശമ്പളം 800. റഹ്മാനായ റബ്ബേ, എൻ്റെ അത്ര പോലും പഠിച്ചിട്ടില്ലാത്തൊരു സാധു, ആകെ 8 മണിക്കൂർ ജോലി, ഒരു അധ്വാനമില്ല, ലീവ്, 1 കൊല്ലം കഴിയുമ്പോൾ ടിക്കറ്റ്. റഹ്മാനായ റബ്ബേ, ഞാനിപ്പോൾ വന്നത് വല്ല അബദ്ധമായി പോയല്ലോ. അവിടെ എത്തുമ്പോൾ അങ്ങനെ മനസ്സിലാവും, കൂടുള്ള ആളുകളെ കാണുമ്പോൾ
സ്വാഭാവികമാണ്. അങ്ങനെയാണ് കുറേ അമ്മാവന്മാരൊക്കെ വിസെടുത്ത് കൊണ്ടുപോയിട്ട് കുടുങ്ങിയത്. എൻ്റെ അമ്മാവനെ കുടുക്കിയെന്ന് പിന്നെ പറയാം. അമ്മാവനോട് പറഞ്ഞൊരു വിസെടുത്ത് തായോ എന്ന് ആദ്യം ചോദിച്ചിട്ടുണ്ടാവുക. അവിടെ എത്തുമ്പോൾ നമ്മുടെ രീതിയൊക്കെ മാറും, കാഴ്ചപ്പാടുകൾ മാറും, ചുറ്റുമുള്ള ലോകം കാണുമ്പോൾ. ഹബീബായ തങ്ങൾ പറയുന്നുണ്ട്, നരകത്തിൽ നിന്ന് അവസാനമായി രക്ഷപ്പെടുന്ന ഒരാൾ. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആ മനുഷ്യൻ സിറാത്ത് കടന്നിങ്ങനെ കടന്നു വരുമ്പോ സ്വർഗ്ഗത്തിൽ അവസാനം കടക്കുന്ന ഒരാളിന്റെ കഥ പറഞ്ഞിട്ടുണ്ട് നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വളരെ കുറഞ്ഞ അമലുകളെ കയ്യിലുള്ളൂ, അമലുകളല്ലാതെ മറ്റൊന്നും നമ്മൾ രക്ഷപ്പെടുത്തുന്നില്ലല്ലോ. ആ സമയം സിറാത്തിന്റെ മീതെ കടന്നു പോകുമ്പോൾ സിറാത്ത് എന്ന പാലം ജിസ്റുൻ മദ്റൂബുൻ അലാ മത്നി ജഹന്നം അഹദ്ദു മിനസ് സൈഫി, വാളിനേക്കാൾ മൂർച്ചയേറിയ, മുടിയേക്കാൾ നേർത്തത് ഭൂമിയിലെ ഡൈമെൻഷൻ കൊണ്ട് മനസ്സിലാക്കാൻ പറ്റൂല. അങ്ങനെ ഒരു പാലോ നമ്മുടെ ഭൂമിയിലെ ആലോചനയാണ് നമ്മൾ ചിന്തിക്കുന്നത്. 4 ടയർ പോകാൻ സ്ഥലം വേണ്ടേ എന്ന് ചിന്തിക്കും. ഇത് ആഖിറത്തിന്റെ ഡൈമെൻഷൻസ് ആണ്. നിമിതങ്ങൾ പറഞ്ഞു, ആ മൂർച്ചയേറിയ വാള് പോലെ നിൽക്കുന്ന ആ പാലം അല്ലാഹു ഒരുക്കി വെച്ചിട്ടുള്ളത് അലാ മത്നി ജഹന്നം, നരകത്തിന്റെ മീതെയാണ്. നരകമാണെങ്കിലോ ഇരുട്ടാണ്. അല്ലാഹു നരകത്തെ 1000 വർഷം കത്തിച്ചു എന്ന് ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു കൊടുക്കാൻ നിമിതങ്ങൾ. ഉമറേ, അല്ലാഹുവിന്റെ നരകത്തിന്റെ നിറം ഇന്ന് കറുപ്പാണ്, ഇരുട്ടാണെന്നാണ്. നരകം ഇരുട്ടാണ്, അത് കടന്നു പോകാൻ വെളിച്ചം വേണം, പാലത്തിൽ വെളിച്ചം വേണം. നരകത്തിന്റെ ചൂട് ഭൂമിയിലേതിനേക്കാളും 70 അതിലേറെയോ ഇരട്ടി ചൂടുണ്ട് എന്ന് നബി തങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമർ തങ്ങൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, നബിയേ, ഭൂമിയിലെ ചൂട് തന്നെ മതിയായിരുന്നല്ലോ. ലകഫത് യാ റസൂലല്ലാഹ്, ദുനിയാവിലെ തീ തന്നെ ധാരാളമല്ലേ നബിയേ, ഇതിനേക്കാളും 70 ഇരട്ടി ചൂടാണോ നരകത്തിൻ്റെത്? നമ്മൾ അറിയണം, മനുഷ്യനായി പടച്ചുവിട്ട് ചിന്തിക്കാനുള്ള ബുദ്ധി കൊടുത്ത് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള റിസോഴ്സുകൾ അല്ലാഹു കൊടുത്ത്, വിശുദ്ധ ഖുർആനും ഹദീസും കൊടുത്ത്, ഉലമാഇനെ വിസ്തരിച്ചു കൊടുത്ത്, പഠിക്കാനും അറിയാനും സമയം കൊടുത്ത്, ഇവിടെ വന്നതിന്റെ ലക്ഷ്യമുണ്ട്, ഇത് കളിച്ചു തീർക്കാനുള്ള ലോകമല്ല എന്ന് അല്ലാഹു അറിയിച്ചു കൊടുത്തതിന്റെ ശേഷം ഇത് കളിയാണ്, എന്റർടൈൻമെന്റും കളികളുമാണ് മതമെന്ന് വിശ്വസിച്ചിരുന്ന ആളുകൾ അല്ലാഹു അവരെ ശിക്ഷിക്കുന്നുണ്ട്. അക്കൗണ്ടബിലിറ്റി ഉള്ള മനുഷ്യന് ഇവിടെ ഉത്തരവാദിത്ത ബോധമുണ്ട്. അവരെ ശിക്ഷിക്കാൻ അവൻ ഒരുക്കി വെച്ചതാണ് അവന്റെ അദാബായ നരകം. അല്ലാഹു പിന്നെയും 1000 വർഷം അതിനെ കത്തിച്ചപ്പോൾ അതിന് ചുവപ്പ് നിറം വന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വഔഖദഹാ അൽഫാം, വീണ്ടും അല്ലാഹു നരകത്തെ കത്തിച്ചു 1000 കൊല്ലം വീണ്ടും ചൂടാക്കാൻ. എന്നിട്ട് നരകത്തിന് വെളുത്ത നിറം വന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 1000 വർഷം പിന്നെയും നരകത്തെ അല്ലാഹു ചൂടാക്കുകയും ഫസ്വദ്ദത്, നരകം കറുത്തുപോയി. ഉമറേ, ഫഇന്നഹാ സൗദാഉ മുദ്ലിമ, നരകം ഇരുട്ടുള്ളതും കറുത്തതുമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന്റെ മീതെയാണ് ഈ സിറാത്ത് കിടക്കുന്നത്. ആ പാലത്തിലൂടെയാണ് കടന്നു പോകാനുള്ളത്. ആ നേരം ഞങ്ങൾക്ക് എളുപ്പമാക്കണേ തമ്പുരാനെ. വഇൻ മിൻകും ഇല്ലാ വാരിജുഹാ കാന അലാ റബ്ബിക ഹത്മൻ മഖ്ദിയാ. വഇൻ മിൻകും ഇല്ലാ വാരിജുഹാ, തീർച്ചയായും നിങ്ങളൊക്കെ അതിലെ കടന്നു പോവേണ്ടവരാണ്. കാന അലാ റബ്ബിക ഹത്മൻ മഖ്ദിയാ, അല്ലാഹു തീരുമാനിച്ചു ഉറപ്പിച്ചു വെച്ച വിഷയമാണ്. നിങ്ങൾ നരകത്തിലൂടെ കടന്നു പോകുമെന്ന ആയത്തിന്റെ സാരം തന്നെ നരകത്തിന്റെ മീതെയുള്ള സിറാത്തിലൂടെ കടന്നു പോകുമെന്നാണത്രേ. അവസാനം വരുന്ന ഒരാൾ കാലിൽ കുറച്ച് വെളിച്ചമുണ്ട്, കാലിന്റെ തള്ളവിരൽ ഇങ്ങനെ മിന്നുന്നാണ്, കുറഞ്ഞ വെളിച്ചം. ഒന്ന് നീങ്ങും, 2 മിനിറ്റായി, റബ്ബേനി ഞാൻ എങ്ങനെ പോകും? ഒന്ന് വെളിച്ചം തെളിയും, ഒന്നുകൂടെ അനങ്ങും, അവിടെ നിൽക്കും. കുറേ നേരം കഴിഞ്ഞ് ചിരി മിന്നും. വളരെ കുറച്ച് കർമ്മം ചെയ്തിട്ടുള്ളൂ, അതാണ് അതിന്റെ അർത്ഥം. റമളാനിലൊക്കെ അങ്ങനെ കുറച്ച് നോമ്പൊക്കെ നോറ്റിട്ടുണ്ട്, അല്ലാഹു തആല സ്വീകരിച്ചോ ഇല്ലേ? 4 മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിലായില്ലേ? എന്തോ കൊച്ചു കൊച്ചു നന്മകളൊക്കെ മെല്ലെ 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 കടന്ന് സിറാത്ത് കടക്കുന്ന ഒരു നേരമുണ്ട്. സിറാത്ത് കടന്നു കഴിയുന്ന നേരം അദ്ദേഹം പറയും,
അൽഹംദുലില്ലാഹില്ലദീ നജ്ജാനീ മിൻ ഹാദാ, എന്നെ രക്ഷപ്പെടുത്തി അല്ലാഹുവേ നിനക്ക് സ്തുതി റബ്ബേ, ആരും രക്ഷപ്പെട്ടതായി എനിക്ക് തോന്നുന്നില്ല. അയാൾ അവസാനം പോകുന്ന ആളാ, പക്ഷെ ഇവർക്ക് തോന്നുകയാണ് ഞാനാണ് ആകെ രക്ഷപ്പെട്ട ആള് എന്ന്. പക്ഷെ അദ്ദേഹമാണെങ്കിലും അവസാനത്തെ ആളായിരുന്നു. മുന്നോട്ട് നടന്നു. മുമ്പ് നടക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു വൃക്ഷം അല്ലാഹു കാണിച്ചു കൊടുക്കുന്നു. ഒരു തണലുള്ള വൃക്ഷം, തളർന്നിട്ടുണ്ട്, ക്ഷീണിച്ചിട്ടുണ്ട്. അദ്ദേഹം പറയും യാ റബ്ബി ഉദ്നു, അല്ലാഹുവേ ദഅനി അദ്നു മിൻ ഹാദിഹി ഷജറ, അല്ലാഹുവേ ആ വൃക്ഷത്തിന്റെ അരികത്തേക്ക് ഞാനൊന്ന് പോയിക്കോട്ടെ എന്നൊന്ന് അനുവദിക്കുമോ? ഫഅസ്തദില്ല മിൻ ദില്ലിഹാ വഅശ്റബ മിൻ മാഇഹാ, വെള്ളമുണ്ടെങ്കിൽ ഒന്ന് കുടിക്കാനും തണലുണ്ടെങ്കിൽ അവിടെ ഒന്ന് ഇരിക്കാനും എന്നൊന്ന് വിടോ, ഞാനൊന്ന് പോട്ടെ. അല്ലാഹു തആല ചോദിക്കുകയാണ് ഞാൻ തരാം, പക്ഷെ വേറെന്തെങ്കിലും ചോദിക്കുവോ? ഇല്ല റബ്ബേ, ഇനി ഒന്നും ചോദിക്കൂല, എനിക്ക് അത്രയും മതി. നമ്മളെ വിസ പറഞ്ഞില്ലേ, ഇനി ഒന്നും ചോദിക്കില്ല, എനിക്ക് അത്രേ വേണ്ടു റബ്ബേ, വിശ്രമിക്കണം, ചൂടൊക്കെ കഴിഞ്ഞ് വരല്ലേ. പൊയ്ക്കോളൂ, വേറൊന്നും ചോദിക്കരുത് കേട്ടോ. കുറെ അങ്ങ് നടന്നു ചെന്നു. അപ്പൊ ആ വൃക്ഷത്തിന്റെ അരികത്ത് പോയിരിക്കുമ്പോൾ കുറച്ചപ്പുറത്ത് അതിനേക്കാളും വലിയൊരു വൃക്ഷം കാണുന്നുണ്ട്, നല്ല തണലുള്ളത്. പടച്ചവനെ, ഒരു മഖ്ലൂഖ് പോലും ഞാനല്ലാതെ ഇവിടെ കാണുന്നില്ല. ഒരു വൃക്ഷം ഒറ്റയ്ക്ക്, ഞാൻ ഈ ചെറിയ തണലിൽ നിൽക്കേണ്ടതിന് പകരം ഞാനങ്ങ് ഒന്നുകൂടെ നല്ല വിശാലമായ തണലുള്ള ആ വൃക്ഷത്തിന്റെ അരികത്തേക്ക് പോയിക്കോട്ടെ എന്ന് പറയും. അബിദി, നീയല്ലേ പറഞ്ഞത് വേറൊന്നും ചോദിക്കൂല. പടച്ചവനെ, നിനക്ക് വല്ല നഷ്ടം വരുന്നുണ്ടോ റബ്ബേ? വഅൻത റബ്ബുൽ ആലമീൻ വഅൻത അർഹമുർ റഹീമീൻ, നീ കാരുണ്യവാനല്ലയോ പടച്ചവനെ, നീ കരുണാനിധിയല്ലയോ റബ്ബേ, നിനക്ക് എന്നെ ആക്കി തന്നുകൂടെ? ആവാം, പക്ഷെ വേറൊന്നും ചോദിക്കരുത് കേട്ടോ, വേറൊന്നും ചോദിക്കരുതേ. ഇല്ലല്ലോ റബ്ബേ, വേറൊന്നും ചോദിക്കൂല, കഴിഞ്ഞു. ഞാൻ ആകെ 1500 ശമ്പളമാണ് ഉദ്ദേശിച്ചത്, കിട്ടി, ഇനി ഞാൻ ചോദിക്കൂല. പിന്നെ ആലോചിക്കുക, റബ്ബേ ഫാമിലി സ്റ്റാറ്റസ് ഇല്ലല്ലോ, കുടുംബ നാട്ടിലും ഞാൻ ഇവിടെ നിന്നിട്ട് വല്ല കാര്യമുണ്ടോ? അപ്പോൾ കുടുംബത്തെ കൊണ്ടുവരും. റബ്ബേ കുടുംബമുണ്ട്, ജീവിച്ചു പോകുന്നുണ്ടെന്നല്ലാതെ 5 പൈസ വരുമാനം ബാക്കിയില്ലല്ലോ. ഇങ്ങനെ മനുഷ്യൻ മേലോട്ട് ചിന്തിക്കുന്നു. അത് മനുഷ്യൻ്റെ ഒരു പ്രകൃതമാണ്. മണ്ണിൽ പോയി കിടക്കുമ്പോഴേ വയറ് നിറയുള്ളൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ വലിയ വൃക്ഷത്തിന്റെ മുമ്പിലേക്ക് ഇയാൾ വരുന്നു. അവിടെ ഇങ്ങനെ വന്നിരിക്കുമ്പോഴാ മുമ്പോട്ട് നോക്കുമ്പോൾ ഒരു അതിനേക്കാളും മനോഹരമായൊരു വൃക്ഷമുണ്ട്, അല്ലെങ്കിൽ ഒരു വീടുണ്ട്. അത് സ്വർഗത്തിന്റെ വാതിലിന്റെ അരികത്താണ്. അദ്ദേഹം ചോദിക്കുന്നു, യാ റബ്ബി, പടച്ചവനെ, എന്നൊന്ന് അവിടം വരെ ആക്കി തരുമോ റബ്ബേ? വേറൊന്നും ഞാൻ ചോദിക്കൂല. അപ്പൊ നമ്മൾ തമ്മിൽ കരാറുണ്ടായി, 2 തവണ നീ വാക്ക് പാലിച്ചില്ലല്ലോ, നീ നമ്മുടെ കരാറുകൾ ലംഘിച്ചിട്ടുണ്ടല്ലോ. ഐ റബ്ബി, പടച്ചവനെ, വഅൻത അർഹമുർ റഹീമീൻ, നീയല്ലയോ കാരുണ്യം ചെയ്യാൻ കഴിയുന്നവരിൽ ഏറ്റവും വലിയ കാരുണ്യവാൻ. അള്ളാഹുവിനെ പറ്റി നമ്മൾ അങ്ങനെ വിചാരിക്കാം. ഇൻഷാ അല്ലാഹ് അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തി തരട്ടെ. ഒരു അറാബി വന്ന് ചോദിച്ചു, പൊന്നാര നബിയെ, നാളെ മഹ്ശറയിൽ വിചാരണ ചെയ്യുന്നത് അള്ളാഹുവിനല്ലേ എന്ന് ചോദിച്ചു. അതെന്താ അങ്ങനെ ചോദിക്കുന്നത്? അള്ളാഹുവിനല്ലേ നബിയെ നമ്മളെ വിചാരണ ചെയ്യാൻ പോകുന്നത്? അതെ. അൽഹംദുലില്ലാഹ്, അതുവല്ല മനുഷ്യന്മാരെ അള്ളാഹ് ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നരകത്ത് പോയ നബി അല്ലല്ലേ, അർഹമുർ റഹീമീനല്ലേ, അവൻ കാരുണ്യവാനാണല്ലോ പടച്ചവനെ. അള്ളാഹുവിന്റെ നബിയെ, അള്ളാഹു കാരുണ്യവാനല്ലയോ, എനിക്ക് അവന്റെ റഹ്മത്തിൽ പ്രതീക്ഷയുണ്ട്. ആ മനുഷ്യ ഇറങ്ങി പോവാ. അള്ളാഹുവിന്റെ റഹ്മത്തിൽ പ്രതീക്ഷിക്കുക, എന്നാൽ പേടിക്കും ചെയ്യാം. രണ്ടും വേണമെന്നാണ്. അൽ ഖൗഫു വർ റജാ, പേടിയുടെയും അതുപോലെ പ്രതീക്ഷയുടെയും ഇടയിലാണ് നമ്മൾ ജീവിക്കേണ്ടത്. അങ്ങനെ വെറും പ്രതീക്ഷ രക്ഷപ്പെടുന്ന ഉറപ്പാണ്, അങ്ങനെ പ്രതീക്ഷിക്കരുത്. അള്ളാഹു രക്ഷപ്പെടുത്തി തരട്ടെ എന്ന് ആശിക്കുകയും ദുആയിരിക്കുകയും ചെയ്യുക. അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തി തരട്ടെ, ആമീൻ യാ റബ്ബൽ ആലമീൻ. അവിടെ എത്തിയപ്പോഴാണ് സ്വർഗവാസികളുടെ സംസാരം കേൾക്കുന്നത്. നല്ല വർത്തമാനം, ഒച്ചപ്പാടൊക്കെ. ഒരു ഫുട്ബോൾ ഗ്രൗണ്ട് മാച്ച് നടക്കുമ്പോൾ റോഡിലൂടെ പോകുമ്പോൾ കേൾക്കുന്നൊരു ആരവുണ്ടല്ലോ, എന്തോ ഇവിടെ ആൾക്കാരുണ്ടോ. പടച്ചവനെ, ഞാൻ ഒറ്റയ്ക്ക് ഈ വീട്ടില് ഈ മഹാവൃക്ഷത്തിന്റെ താഴെ ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ കിടന്നിട്ട് എന്ത് കാര്യമുണ്ടോ റബ്ബേ? അവിടെ കുറെ ആളുകളെ കാണുന്നുണ്ടല്ലോ, ഞാൻ അങ്ങോട്ട് പോയിക്കോട്ടെ. നീ പോയിക്കോ, ഇതുവരെ പറഞ്ഞതൊക്കെ ലംഘിച്ചു, ഇനി ഇതുമായിട്ട്. എന്നാലും റബ്ബേ, നീ എനിക്ക് മാപ്പുതാ, നീ കാരുണ്യവാനല്ലയോ, ഞാൻ പോയിക്കോട്ടെ. പോയിക്കോളൂ. അതിന് പടച്ചവരെ അവിടെ സ്ഥലം ഉണ്ടാകുമോ? ജനങ്ങളൊക്കെ എല്ലാവരും അവരുടെ സീറ്റുകളും റൂമുകളും വീടുകളൊക്കെ എല്ലാവരുടെ കയ്യിലും കിട്ടിയില്ലേ? എനിക്ക് വല്ലതുണ്ടാകും അവിടെ?
നിനക്ക് നിന്റെ ദുന്യാവിൽ ജീവിച്ച ലോകം ഓർമ്മണ്ടോ? റബ്ബേ, അവിടുത്തെ ഒരു വലിയൊരു രാജാവിന് കിട്ടിയ അധികാര മണ്ഡലം എത്രയാണോ അത്ര ഞാൻ നിനക്ക് തരട്ടെ. അപ്പോ അദ്ദേഹം ചോദിക്കാണ്, റബ്ബേ അതസ്തഹ്സിഉ ബി, എന്നെ കളിയാക്കണോ പഠിച്ചോനെ? എന്നെ നീ കളിയാക്കാണോ? വഅൻത അർഹമുർ റഹീമീൻ. ഈ ഹദീസ് പറഞ്ഞപ്പോ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചിരിച്ചു. എന്നിട്ട് ചോദിച്ചു, ഇസ്അലൂനി, എന്നോട് ചോദിക്കിൻ, മിമ്മ അദ്ഹകു, എന്തിനാ ഞാൻ ചിരിക്കണത് എന്നോട് ചോദിക്കിൻ എന്ന് പറഞ്ഞു. അപ്പൊ ആൾക്കാർ ചോദിച്ചു, എന്തിനാ നിങ്ങൾ ചിരിക്കണത്? ضحك رسول الله صلى الله عليه وسلم, ഹബീബായ തങ്ങൾ ചിരിച്ചു. തങ്ങൾ ഞങ്ങളോട് ചോദിച്ചു, ഞാൻ എന്തിനാ ചിരിക്കുന്നത് എന്നോട് ചോദിക്കിൻ. ഞങ്ങൾ ചോദിച്ചു, മിമ്മ തദ്ഹകു യാ റസൂലല്ലാഹ്, എന്തിനാ നബി അങ്ങ് ചിരിക്കുന്നത്? പറഞ്ഞു, മിൻ ളഹ്കി റബ്ബിൽ ഇസ്സ, അല്ലാഹു ചിരിച്ചത് കണ്ടപ്പോ ഞാൻ ചിരിക്കുകയാണ്. ഈ മനുഷ്യൻ ചോദിച്ചല്ലോ, എന്നെ കളിയാക്കുകയാണോ പടച്ചവനെ? ഒരു ചെറിയ സ്ഥലം വേണമെന്ന് പറഞ്ഞപ്പോ ദുന്യാവിലെ രാജാവിന്റെ വലിയൊരു രാജമണ്ഡലം, വലിയ ലോകം തന്നെ എനിക്ക് തരാമെന്ന് ഓഫർ ചെയ്യുമ്പോ യതീംഖാന പിരിവിന് വരികയെന്ന് വിചാരിക്കുക. ആകെ റെസീറ്റ് 50 റുപ്യാണ്. ഞാനൊരു 5 ലക്ഷം തന്നാൽ എന്താന്ന് ചോദിച്ചാൽ കളിയാക്കാന്ന് വിചാരിക്കൂലേ? ഇദ്ദേഹം ചോദിച്ചത് അവിടെ നിന്ന് കിടക്കാൻ സ്ഥലമുണ്ടോ പടച്ചോനെ? എനിക്ക് കാലുകുത്താൻ സ്ഥലം കാണില്ലല്ലോ. നിനക്ക് ദുന്യാവ് ഓർമ്മണ്ടോ? അത്ര തന്നാൽ എന്താണ്? ദുന്യാവ് നീ കണ്ടിട്ടുള്ള ലോകം, ആ ലോകം ഭൂമിയല്ല, പ്രപഞ്ചത്തുമൊന്നാകെ നക്ഷത്രഗോളങ്ങളും താരസമൂഹങ്ങളുമുള്ള ഈ പ്രപഞ്ചം. ഞാൻ നിന്നെ കളിയാക്കുകയല്ല, പരിഹസിക്കുകയല്ല. ഈ ലോകത്തിന്റെ 2 ഇരട്ടി നിനക്ക് അല്ലാഹു നൽകുന്നു, ഞാൻ നൽകി കഴിഞ്ഞു. നീ ജീവിച്ചു പോന്ന ലോകത്തിന്റെ 2 ഇരട്ടി നിനക്കുണ്ട് എന്ന്. അതിനാ അഹ്ലിൽ ജന്നതി മൻസില, സ്വർഗ്ഗത്തിലെ ഏറ്റവും താഴ്ചയിലുള്ള, താഴെ ഗ്രേഡിലുള്ള, ഏറ്റവും ചെറിയ പ്രതിഫലം പറ്റുന്ന ഒരാൾക്ക് ഈ ലോകത്തിന്റെ 2 ഇരട്ടി അല്ലാഹു നൽകുന്നുവെന്ന് മഹാനായ റസൂലുള്ളാഹ്. VIP-കൾക്ക് ഇനി എന്താ കിട്ടുക ഇൻഷാ അല്ലാഹ് വഴിയെ പറയാം. ഇത് ഏറ്റവും ചെറിയ ആളുകൾക്കാണ് ദുന്യാവിന്റെ 2 ഇരട്ടി. സുബ്ഹാനല്ലാഹ്, 5 സെന്റ് 10 സെന്റ് ഒന്നും അല്ല. തിരുവങ്ങാടി താലൂക്കോ നമ്മൾ മലപ്പുറം ജില്ല ഇതൊന്നുമല്ല, ദുന്യാവിന്റെ 2 ഇരട്ടി. സുബ്ഹാനല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളൊക്കെ അവിടെ എത്തിച്ചു തരണേ തമ്പുരാനെ. ലഖദ് അദല്ലകും ശഹ്റു റമളാൻ എന്ന ശഅബാനിന്റെ അവസാനത്തിൽ മുത്തനബി തങ്ങൾ വന്ന് പറഞ്ഞുവല്ലോ, നിങ്ങൾക്കിതാ റമളാൻ വന്നിരിക്കുന്നു. ഫുത്തിഹത് ഫീഹി അബ്വാബുൽ ജിനാൻ, സ്വർഗ്ഗത്തിന്റെ വാതിലുകൾ തുറക്കപ്പെട്ടിരിക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ജന്നാതു അദ്നി യദ്ഖുലൂനഹാ, സ്വർഗ്ഗത്തിലേക്ക് സത്യവിശ്വാസികൾ കടന്നു പോകും. അല്ലാഹുമ്മ ജഅൽനാ മിൻഹും. യുഹല്ലൗന ഫീഹാ മിൻ അസാവിറ മിൻ ദഹബിൻ വലുഅ്ലുആ, മുത്തുകളും സ്വർണ്ണങ്ങളും അവർക്ക് ആഭരണമായി അണിയിക്കപ്പെടുകയും ചെയ്യും. സ്വർഗ്ഗലോകത്ത് ആഭരണമുണ്ട്, ആണുങ്ങൾക്കുണ്ട് പെണ്ണുങ്ങൾക്കുണ്ട്. അത് ബോറടിക്കുന്ന ആഭരണമല്ല, അല്ലാഹു ഒരുക്കി വെച്ച സ്വർണ്ണമാണ്, അല്ലാഹു ഒരുക്കി വെച്ച ലുഅ്ലുആൻ. അത് ഭൂമിയിലെ നമ്മുടെ ജ്വല്ലറിക്കാരന്റെ സ്വർണ്ണമായിട്ട് തട്ടിച്ചു നോക്കരുത്. ചെമ്പുകൂട്ടി ആ സ്വർണ്ണം അല്ല ഇത് നമ്മുടെ ദുന്യാവിലെ 24 26 എത്ര പറയാം, അതൊന്നും അല്ല. മാല ഐനുൻ റഅത്, ഒരാൾക്കും കാണാൻ കഴിഞ്ഞിട്ടില്ലാത്തത്, അതിന്റെ പരിശുദ്ധിയെ കുറിച്ച് ആരും കേട്ടിട്ട് പോലുമില്ല, ആലോചിക്കാനും കഴിയില്ല. സുബ്ഹാനല്ലാഹ്. മിൻ അസാവിറ മിൻ ദഹബിൻ വലുഅ്ലുആ വലിബാസുഹും ഫീഹാ ഹരീർ, വളരെ നേർത്ത പട്ടുടയാടകൾ, അല്ലാഹു പട്ടിന്റെ ഉടയാടകൾ അവർക്ക് അണിയിക്കുന്നതാണ്. സ്വർഗ്ഗലോകത്ത് മനോഹരമായ വസ്ത്രങ്ങളുണ്ടവർക്ക്. وقالوا الحمد لله الذي أذهب عنا الحزن إن ربنا لغفور شكور. وقالوا അവർ പറയും, അൽഹംദുലില്ലാഹി الذي أذهب عنا الحزن, അല്ലാഹുവേ സങ്കടം ഞങ്ങളിൽ നിന്ന് നീക്കി തന്ന അല്ലാഹുവേ നിനക്ക് സ്തുതി റബ്ബേ. ഒരുപാട് സങ്കടപ്പെട്ടാ കഴിഞ്ഞത് ദുനിയാവിൽ. മക്കൾ എന്തായി പോകും, എന്റെ ജീവിതം എന്തായി പോകും, മരണം എന്തായി പോകും, എന്റെ ആഖിറം എന്താണ്, ഖബർ എന്താണ്,
ഒരുപാട് സങ്കടപ്പെട്ട് ജീവിച്ചതാണ്, ഒരുപാട് വിഷമം അനുഭവിച്ചിട്ടുണ്ട്. മാതാപിതാക്കൾ വേർപിരിഞ്ഞു പോയപ്പോ, പ്രിയപ്പെട്ട ഭർത്താവ് മരിച്ചപ്പോ, പ്രിയപ്പെട്ട ഭാര്യ മരിച്ചപ്പോ സങ്കടപ്പെട്ടു. ദുനിയാവ് അങ്ങനെയാണ്, ഒരുപാട് വിഷമങ്ങൾ ഉണ്ടാകും. ഞങ്ങൾ ഇന്നലെ ഒരു വീട്ടിൽ, കാസർഗോഡ് ജില്ലയിലെ ഒരു വീട്ടിൽ 6 ആൾ മരിച്ചുപോയൊരു വീട്, 6 പേരൊരു കുടുംബത്തിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതിൽ ചെറിയ 2 കുഞ്ഞുങ്ങൾ ബാക്കിയുണ്ട്. ഒരു കുഞ്ഞിന് 11 മാസം എന്തോ ആയിട്ടുള്ളൂ, മുലകുടി പ്രായമുള്ള കുഞ്ഞാണ്. ആ കുഞ്ഞിൻ്റെ കാലിന് ഫ്രാക്ചറുണ്ട്, കാലിനൊക്കെ പ്ലാസ്റ്റർ ഇട്ടിട്ട് ചെറിയ കുഞ്ഞ് ഉറക്കത്തിലിങ്ങനെ ഞെട്ടുകയാണെന്ന് പറഞ്ഞു. കുഞ്ഞിനെ ഉമ്മയെ ഓർമ്മ വരുന്നുണ്ടാവും, മുല കുടിക്കുന്ന പ്രായമല്ലേ, ഉമ്മ മരിച്ചുപോയി. ആ ചെറുപ്പക്കാരൻ പറയാണ്, എൻ്റെ ഭാര്യ മരിച്ചു, ഒരു മോനും മരിച്ചു, ഈ ചെറിയ കുഞ്ഞ് ബാക്കിയുണ്ട്. 5-6 പേർ ഒരു കുടുംബത്തിൽ, ഒരു വീട്ടിൽ. ആ വീടിൻ്റെ മൂകത, ഒരു 4-5 വയസ്സുള്ളൊരു കുട്ടിയും ഹോസ്പിറ്റൽ ഡിസ്ചാർജായി വന്നു. ആകെ മുറിവുകളാണ്. എന്താണ് ഇതിൻ്റെയൊക്കെ സങ്കടം? ദുനിയാവ് അങ്ങനെയല്ലേ? അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങൾ ചിലപ്പോൾ ചില സന്ദർഭങ്ങളിൽ ഒരുമിച്ച് ഒരുപാട് വരുന്നു. ചിലർക്ക് അള്ളാഹു കുറച്ച് പരീക്ഷണങ്ങൾ, ചിലർക്ക് ഒരുപാട് ഒരുമിച്ച്. അള്ളാഹുവേ, ജീവിതത്തിൽ നീ അനർഘമായി ഒരിക്കലും മാറ്റം വരുത്തില്ല എന്ന ഒരു തീരുമാനം നിനക്കുള്ള ഖളാഉകൾ, വല്ലതും മുബറമായ ഖളാഉകൾ ഞങ്ങളിൽ വിധിച്ചിട്ടുണ്ടെങ്കിൽ അത് സഹിക്കാനുള്ള മനക്കരുത്ത് ഞങ്ങൾക്ക് നൽകണം തമ്പുരാനെ. നിന്റെ ഖളാഉകൾ വല്ല മുഅല്ലഖുമാണെങ്കിൽ അല്ലാഹുവേ, ഈ സദസ്സിലെ ദുആഇന്റെ ബറക്കത്ത് കൊണ്ട്, ഇവിടെ പഠിപ്പിച്ചുപോയ മഹത്തുക്കളായ പണ്ഡിതന്മാരുടെ മഹത്വം കൊണ്ട്, അല്ലാഹുവേ, ഇവിടെ മറവ് ചെയ്യപ്പെട്ട് കിടക്കുന്ന 2 മഹത്തുക്കളായ 2 ശ്രേഷ്ഠരുടെ പുണ്യം, അവർ ചെയ്ത കർമ്മങ്ങൾ അല്ലാഹു ഈ വിശുദ്ധ റമളാനെ മുൻനിർത്തി റഹ്മാനായ റബ്ബേ, അല്ലാഹുമ്മ സല്ലിംനാ മിൻ ആഫാത്തി ദുനിയ വൽ ആഖിറ, ദുനിയാവിന്റെയും പരലോകത്തിന്റെയും വിപത്തുകളിൽ നിന്ന് ഞങ്ങൾക്ക് നീ കാവൽ നൽകണം തമ്പുരാനെ. വഖാലു അൽഹംദുലില്ലാഹില്ലദീ അദ്ഹബ അന്നൽ ഹസൻ, സ്വർഗ്ഗത്തിലേക്ക് കടക്കുമ്പോൾ പറയും, അല്ലാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിൽ സങ്കടമില്ലാതാക്കി തന്നവരെ റബ്ബേ, നിനക്ക് സ്തുതി. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹില്ലദീ അദ്ഹബ അന്നൽ ഹസൻ ഇന്ന റബ്ബനാ ലഗഫൂറുൻ ശകൂർ. ഞങ്ങളുടെ അല്ലാഹു ഒരുപാട് പുറത്തു തരുന്നവനും ഞങ്ങളുടെ അല്ലാഹു നന്ദിക്ക് തിരിച്ചുപകാരം ചെയ്യുന്നവനുമാണല്ലോ എന്ന് സ്വർഗവാസികൾ സ്വർഗത്തിലേക്ക് കടന്നു വരുന്ന വാക്കാണത്. നമ്മൾ ഓർത്തു നോക്കുക, മസീറത്തു 40 സന, 40 വർഷം ഇനിയും യാത്ര ചെയ്ത് എത്താൻ ദൂരം ബാക്കിയുണ്ടായിരിക്കെ തന്നെ സ്വർഗത്തിന്റെ സുഗന്ധം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. സ്വർഗത്തിന് 8 അബ്വാബിൻ, 8 വാതിലുകൾ അല്ലാഹു വെച്ചിരിക്കുന്നു. ഓരോ വാതിലിന്റെ ഒരറ്റം മുതൽ മറ്റൊരറ്റം വരെയുള്ള ദൂരം 40 സന, 40 വർഷം ചെയ്യേണ്ട യാത്രയുടെ ദൂരമുണ്ട്. എന്നാൽ ആ കവാടങ്ങൾക്ക് വാതിലുണ്ട്. ആ കവാടങ്ങളുടെ വാതിലിന്റെ കണ്ണി ആദ്യമായി അത് പിടിച്ച് കവാടം തുറക്കാൻ ആവശ്യപ്പെടുന്നത് ലോകത്തിന്റെ ഗുരു നമ്മുടെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. സ്വർഗ്ഗവാതിലിന്റെ മിഖ്ബലിൽ അല്ലാഹുവിന്റെ ഹബീബ് ഇങ്ങനെ പിടിക്കുമ്പോ മലക്കുകൾ ചോദിക്കും, ആരാണിത്? മുഹമ്മദ് നബിയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവർ പറയും, ഉമിർനാ അൻ നഫ്തഹ ഹാദൽ ബാബ ഇല്ലാ ലക്, നബിയേ, നിങ്ങൾക്കല്ലാതെ മറ്റാർക്കും ഇത് തുറന്നു കൊടുക്കരുത് എന്ന് ഞങ്ങളോട് നിർദ്ദേശമുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് അങ്ങനെയാണ് ഇത് തുറക്കപ്പെടേണ്ടത്, അങ്ങയുടെ കൈകൊണ്ടാണ്, തുറന്നോളൂ നബിയേ എന്ന് അല്ലാഹുവിന്റെ ഹബീബ് ഉമ്മത്തികളിലെ വലിയൊരു സംഘം സത്യവിശ്വാസികൾ കൂടെ നിൽക്കുമ്പോൾ നോക്കണം, സ്വർഗത്തിന്റെ വാതിൽ തുറക്കുമ്പോൾ കൂടെ നിൽക്കാന്ന് പറയുമ്പോ, റബ്ബേ, എനിക്കവിടെ നിൽക്കാൻ സ്ഥലം ഉണ്ടാകോ? അങ്ങനെ ആലോചിക്കും. സ്വർഗവാതിൽ മസീറത്തു 40 സന, 40 വർഷത്തെ വഴിദൂരമുണ്ടത്രേ. വാതിലിന് ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റത്തേക്ക് 40 വർഷത്തെ വഴിദൂരം. ആ സുംറത്തുൽ ഹബീബിന്റെ കൂടെ നിന്ന് വാതിൽ തുറന്ന് കാണുകയും സ്വർഗലോകത്തിന്റെ വാതിൽ തുറക്കപ്പെടുന്ന നേരം ഒന്ന് മനസ്സുകൊണ്ട് ചിന്തിച്ചു നോക്കുന്നതിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ നോക്കുമ്പോ, മാലാ ഐനുൻ റഅത്, ഒരു കണ്ണുകൊണ്ടും കണ്ടിട്ടില്ലാത്തത്, വലാ ഉദുനുൻ സമിഅത്, ഒരു കാതുകൊണ്ടും കേട്ടിട്ടില്ലാത്തത്, വലാ ഖതറ അലാ ഖൽബി ബശർ. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിനോടാണ്, കാന ദായിമൽ ഹുസ്നി, എപ്പോഴും സങ്കടപ്പെട്ടിരിക്കുമ്പോൾ ആളുകൾ ചോദിച്ചു, യാ ഇമാം അവറുകളെ, മതറാഹ, എപ്പോഴാണ് നമുക്ക് ആശ്വസിക്കാൻ പറ്റുക? ഹത്താ അളഅ അവ്വല ഖദമി ഫിൽ ജന്നഹ്,
എന്റെ കാലിൽ ആദ്യത്തെ കാല് സ്വർഗവാതിൽ തുറക്കപ്പെട്ട് അതിൻ്റെ അകത്തേക്ക് ഞാൻ വെക്കുമ്പോൾ അപ്പോഴാണ് സത്യവിശ്വാസിക്ക് സന്തോഷം റാഹത്തും വരുന്നത് എന്ന് മഹാനായ അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു അരങ്ങെന്ന് ആലോചിച്ച് നോക്കും. ഹബീബായ തങ്ങൾ വാതിൽ തുറക്കുന്നു. സത്യവിശ്വാസികൾ കൂടെയുണ്ട്, അവിടെ തിക്കിത്തിരക്കാൻ വേണ്ടി കൂടെയുണ്ട്. അങ്ങനെ ഹബീബിന്റെ സ്വഹാബിമാർ, ലക്ഷക്കണക്കിന് സ്വഹാബിമാരും താബിഈങ്ങളും അവിടെ ഓടി വരുന്നുണ്ട്. അക്കൂട്ടത്തിൽ ഒരാളുണ്ട്, മഹാനായ അബൂ മുസ്ലിമുൽ ഖൗലാനി റളിയല്ലാഹു അൻഹു. രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കുമായിരുന്നു. കുല്ലമാ തഇബ, നിസ്കാരത്തിൽ ഒരുപാട് ക്ഷീണം വന്ന് എഴുന്നേൽക്കാൻ പറ്റാതെ തളർന്നു പോകുമ്പോ ചാട്ടവാറെടുക്കും, കാലിലടിച്ചുകൊണ്ട് പറയും, അബൂ മുസ്ലിം എനിക്ക് ക്ഷീണമായോ, നിസ്കരിക്ക്, നിർത്തല്ല. സ്വന്തം ശരീരത്തെ അടിച്ചുകൊണ്ട് പറഞ്ഞ് മഹാനായ അബൂ മുസ്ലിം അൽ ഖൗലാനി റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, വല്ലാഹി വല്ലാഹി ലനുസാഹിമന്നഹും അലൈഹി, അല്ലാഹുവിന്റെ റസൂൽ വാതിൽ തുറക്കുമ്പോ ഹബീബിന്റെ കൂടെ തിരക്കാൻ ഞങ്ങളും ഉണ്ടാകും. ഹത്താ യഅലമ അസ്ഹാബു മുഹമ്മദിൻ ഇന്നമാ ഖല്ലഫു വറാഅഹും റിജാല സല്ലു അലൻ നബി മുഹമ്മദിൻ വആലിഹി. എഴുന്നേറ്റ് സ്വലാത്ത് ചൊല്ലിൻ, സല്ലു അലൻ നബി മുഹമ്മദിൻ വആലിഹി. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ اللهم صل على محمد سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. മഹാനവറുകൾ പറയുകയാണ്, ഹത്താ യഅലമ അസ്ഹാബു മുഹമ്മദിൻ ഇന്നമാ ഖല്ലഫു വറാഅഹും റിജാലാ, നബിയോട് കൂടെ ആ നേരത്തെ തിരക്കാൻ ഞങ്ങളും കൂടെ ഉണ്ടാകും, അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബിമാർ. എന്നിട്ട് മനസ്സിലാക്കണം, അവർ പിറകെ ഇട്ടേച്ചു പോയത് ആൺകുട്ടികളെയാണെന്ന്. ആൺകുട്ടികൾ ഞങ്ങൾക്ക് പിന്നിലുണ്ടായിരുന്നുവെന്ന് നബിയുടെ സ്വഹാബികൾക്ക് അറിയണം. അതുകൊണ്ട് താബിഈയായ അബൂ മുസ്ലിം അൽ ഖൗലാനി റളിയല്ലാഹു അൻഹു ആ നേരത്തെ തിരക്കാൻ, ഹബീബിന്റെ കൂടെ നിൽക്കാൻ, ശരീരത്തോട് ഇബാദത്ത് ചെയ്യാൻ പറയാണ്. സുബ്ഹാനല്ലാഹ്, അതൊരു വല്ലാത്ത രംഗമായിരിക്കും. സ്വർഗം തുറന്നു കാണുന്ന ഒരു നേരം. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ് ചോദിച്ചത്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, അല്ലാഹുവിന്റെ റസൂലേ, മാ അലാ മൻ യുജാ, സ്വർഗവാതിലുകളിൽ ഏതെങ്കിലും ഒരു വാതിലിലൂടെ ഒരാളെ വിളിച്ചാൽ മാ അലൈഹി ബുദ്, പ്രയാസൊന്നുമില്ല. സ്വർഗത്തിന്റെ കവാടങ്ങളിൽ മാലാഖമാർ, യാ അബ്ദല്ലാഹ് ഹാദാ ഖൈർ, അല്ലാഹുവിന്റെ ദാസനെ ഇങ്ങോട്ട് പോരെ, ഇങ്ങോട്ട് പോരെ എന്ന് അല്ലാഹുവിന്റെ മഹാശക്തികളായ മാലാഖമാർ, അവിടുത്തെ വളണ്ടിയർമാർ അവരാണ്, ഇങ്ങോട്ട് പോരിൻ എന്ന് പറഞ്ഞിങ്ങനെ വിളിക്കുകയാണ്. ഹാദാ ഖൈർ, ഈ വാതിലാ നല്ലത്, ഇങ്ങോട്ട് പോരിൻ, ഇവിടെ വരണം, ഇതാണ് നിങ്ങൾക്ക് നല്ലത് എന്ന് മാലാഖമാരിങ്ങനെ വിളിക്കുന്നു. ഫമൻ കാന, അതിൽ ആരെങ്കിലും യുഹിബ്ബു സ്വദഖ, സ്വദഖ ധാരാളം ചെയ്യുന്ന ആളുകൾ, കൈയഴിഞ്ഞ് ദീനീ സ്ഥാപനങ്ങളെ, ദീനിനെ സഹായിക്കുന്നവരെ, അല്ലാഹുവിന് വേണ്ടി കൊടുത്തവർ, അവരെ സ്വദഖയുടെ വാതിലിലൂടെ വിളിക്കും, ഇതിൽ വരിനെന്ന്. അല്ലാഹു ഈ സ്ഥാപനത്തിന്റെ ദീനിന് വേണ്ടി ആരൊക്കെ ആത്മാർത്ഥമായി അമല് ചെയ്തോ അവരൊക്കെ ചെയ്ത നാണയത്തൊട്ടുകൾ കാരണം ബാബു സ്വദഖയിലൂടെ കടക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സ്വന്തം സമ്പാദ്യത്തിന്റെ വലിയൊരളവ് ഈ സ്ഥാപനത്തിന് വേണ്ടി മാറ്റിവെച്ച ഒരുപാട് മഹത്തുക്കൾ ഈ വേദിയിൽ, സ്റ്റേജിൽ ഇരിക്കുന്നുണ്ട്. അല്ലാഹു ബാബു സ്വദഖയിലൂടെ കടക്കാൻ തൗഫീഖ് കൊടുക്കട്ടെ. നമുക്കും അല്ലാഹു തൗഫീഖ് തരട്ടെ. നോമ്പ് ഇഷ്ടപ്പെടുന്ന ആളുകൾ അല്ലാഹുവിന്റെ മലക്കുകൾ വിളിക്കും, ബാബുർ റയ്യാനിലൂടെ വിളിക്കും. അല്ലാഹുവിന് വേണ്ടി ധർമ്മസമരം ചെയ്തവരെ ബാബുൽ ജിഹാദിലൂടെ വിളിക്കും. നിസ്കാരം എമ്പാടും ഇഷ്ടപ്പെട്ടവരെ, സുന്നത്തായിട്ട് അങ്ങനെ നിസ്കരിക്കുക, നിസ്കാരം നിസ്കരിച്ചുകൊണ്ട് മടുപ്പ് വരാത്തവർ മുസല്ലം അടിവെക്കാറില്ല, മടക്കി വെക്കാറില്ല. അങ്ങനത്തെ എത്രയോ ഉമ്മമാർ, എത്രയോ നല്ല സഹോദരിമാർ, എത്രയോ നല്ല പുരുഷന്മാർ, ഉപ്പമാർ, പണ്ഡിതന്മാർ, സാദാത്യങ്ങൾ
നിസ്കാരം ഇഷ്ടപ്പെട്ടവരെ നിസ്കാരത്തിന്റെ വാതിലിലൂടെ വിളിക്കുമെന്ന് ഹബീബ് പറഞ്ഞപ്പോഴാ നബിയെ, ഒരു വാതിലിലൂടെ ഒരാളെ വിളിച്ചാൽ കുഴപ്പമില്ല നബിയെ, എല്ലാ വാതിലിലൂടെയും ആരെങ്കിലും വിളിക്കുമോ നബിയെ? ഇതെല്ലാം ഒരാൾ ഇഷ്ടപ്പെട്ടു, എല്ലാം ചെയ്തു. എന്നാൽ എല്ലാ വാതിലിലൂടെയും അവരെ വിളിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും നബിയെ എന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 60 വർഷത്തെ കൂട്ടുകാരൻ മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, സിദ്ദീഖേ വഅൻത മിൻഹും, നിങ്ങൾ അവരിൽപ്പെട്ടവരാണ്, നിങ്ങളെ എല്ലാ വാതിലൂടെയും മലക്കുകൾ വിളിക്കും. സിദ്ദീഖേ ഇതിലെ വരിൻ, നിങ്ങൾ സ്വതക്ക ഇഷ്ടപ്പെട്ടവരല്ലേ, വരണം. നിങ്ങൾ ജിഹാദ് ഇഷ്ടപ്പെട്ടവരല്ലേ. ഉസാമത്ത് ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു എന്ന 17കാരനെ റോമായിലേക്ക് അയക്കുമ്പോ അല്ലാഹുവിന്റെ ഹബീബ് ജഹസ ജയ്ഷ റസൂലില്ലാഹ്, ഹബീബായ നബി തങ്ങളുടെ സൈന്യം അവര് പോവട്ടെ, ആ എക്സ്പെഡിഷൻ നടക്കട്ടെ എന്ന് പറഞ്ഞ് മുർത്തദ്ദീങ്ങളുടെ വലിയൊരു പരീക്ഷണം ഇസ്ലാമിക രാജ്യത്തുണ്ടായപ്പോ ഹബീബിന് വേണ്ടി ധർമ്മസമരത്തിന് ഇറങ്ങിയ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഇതിലെ വരിൻ സിദ്ദീഖേ, ഇതിലെ വരണം. മലാഖമാർ വിളിക്കും. നിസ്കാരത്തിന്റെ വാതിലൂടെ വിളിക്കും സിദ്ദീഖ് എന്നവരെ. മദീന പള്ളിയുടെ എല്ലാ വാതിലടച്ചാലും ഇല്ല ബാബ് സിദ്ദീഖ് എന്നവരുടെ വാതിലടക്കല്ലേ എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു പള്ളിയിലേക്ക് ഏറ്റവും കൂടുതൽ കടന്നു വരുന്ന മഹാൻ സിദ്ദീഖ് തങ്ങളാണ്. എല്ലാ പുണ്യവും കൊണ്ടുപോയില്ലേ, എല്ലാ പുണ്യവും. അന്ന് ഹബീബായ തങ്ങൾ ചോദിച്ചുവല്ലോ, മൻ മിൻകും അസ്ബഹ സ്വായിമാ, നിങ്ങളിൽ ആരാണ് ഇന്ന് സുന്നത്ത് നോമ്പെടുത്തത്? മൻ അസ്ബഹ മിൻകുമുൽ യൗമ സ്വായിമ, ആർക്കാണ് സുന്നത്ത് നോമ്പുള്ളത്? സദസ്സെന്ന് ഒരാൾ മാത്രം, മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. സുബ്ഹി നിസ്കാരം കഴിഞ്ഞ് പ്രഭാത നേരത്താണ് ഹബീബ് ചോദിക്കുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം, വമൻ മിൻകുമുൽ യൗമ ത്വഅമ മിസ്കീന, ഒരു മിസ്കീനിന് ആരാണ് ഇവിടെ ഭക്ഷണം കൊടുത്തത്? ആരുമില്ല. അന്ന് സ്വഹാബികൾ അത് ചെയ്യുന്നവരാണ്, പക്ഷേ ആ പർട്ടിക്കുലർ ഡേ അന്ന് ആരും ചെയ്തില്ല. സിദ്ദീഖ് തങ്ങൾ കൈപൊക്കി, അനയാ റസൂലല്ലാഹ്, ഞാനത് ചെയ്തിട്ടുണ്ട് നബിയേ, ഒരു പാവപ്പെട്ടവന് ഞാൻ ഇന്ന് ഭക്ഷണം കൊടുത്തിട്ടാ വരുന്നത്. വമൻ മിൻകുമുൽ യൗമ ആദ മരീദാ, നിങ്ങളിൽ ആരെങ്കിലും രോഗിയെ സന്ദർശിച്ചിട്ടുണ്ടോ? ആരെങ്കിലും ഉണ്ടോ? അനയാ റസൂലല്ലാഹ്, ഞാനുണ്ട് നബിയേ, ഞാനുണ്ട് എന്ന് സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. ഹബീബ് ഒരിക്കൽ കൂടെ ചോദിച്ചു, മൻ മിൻകുമുൽ യൗമ തബിഅ ജനാസ, ഒരു മുസ്ലിമിന്റെ മയ്യത്ത് പള്ളിക്കാട്ടിലേക്ക് ഖബർസ്ഥാനിലേക്ക് പോകുമ്പോ ആരാണ് ആ മഖ്ബറയിലേക്ക് കൂടെ പോയത്? ഇന്നത്തെ ദിവസം ആരുമില്ല, ഒരേ ഒരാൾ മാത്രം, മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അപ്പോഴാണ് ഹബീബായ തങ്ങൾ പറഞ്ഞത്, ഈ 4 നന്മകൾ ഏതൊരു മനുഷ്യനിൽ സമ്മേളിക്കുന്നുവോ ഇല്ലാ അദ്ഖലഹുല്ലാഹുൽ ജന്ന, അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലേക്ക് അവർ പോവുക തന്നെ ചെയ്യും. അതുകൊണ്ട് മുഅ്മിനെ, ജീവിതത്തിൽ കൊണ്ടു നടക്കേണ്ട 4 ഗുണങ്ങൾ വേറെ കൂടെ നമുക്ക് പഠിക്കാറായി. ഒന്ന്, സുന്നത്ത് നോമ്പെടുക്കുന്നത്, പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കുന്നത്, രോഗികളെ സന്ദർശിക്കുന്നത്. നമ്മൾ ആലോചിക്കണം, സദ്യകൾക്ക് പോകാൻ നമുക്കിഷ്ടമാണ്, ഭക്ഷണമുള്ളിടത്തേക്ക് പോകാൻ നമുക്കിഷ്ടമാണ്. എന്നാൽ വേദന കൊണ്ട് പൊളയുന്ന എത്രയോ രോഗികൾ നമ്മുടെ ചുറ്റുവട്ടത്തുമുള്ള ഹോസ്പിറ്റലുകളിൽ കിടക്കുന്നുണ്ട്, വിദൂര ഹോസ്പിറ്റലിൽ കിടക്കുന്നുണ്ട്. സന്ദർശിക്കാൻ പറ്റുന്നിടത്ത് സന്ദർശിക്കൽ അല്ലാഹുവിന് ഇഷ്ടമാണ്. അല്ലാഹു ചോദിക്കുകയാണ്, യാ അബ്ദി, എന്റെ അടിമേ, ജുഅ്തു ഫലം തുത്ഇമിനി, എനിക്ക് വിശന്നപ്പോ നീ എന്തേ ഭക്ഷണം തരാതിരുന്നത്? അല്ലാഹു ചോദിക്കുന്നു, റബ്ബേ നിനക്ക് വിശക്കേ, വഅൻത റബ്ബുൽ ആലമീൻ, നീയല്ലയോ ലോകത്തിന്റെ ഗുരു, ലോകത്തിന്റെ എല്ലാം പരിപാലകൻ, റബ്ബ് നീയല്ലയോ, നിനക്ക് വിശക്കേ. മുസ്ലിമായ ഒരാൾക്ക്, അല്ലെങ്കിൽ എന്റെ ഒരു അടിമക്ക്, ഒരു മനുഷ്യന് വിശന്നപ്പോ നീ എന്തേ ഭക്ഷണം കൊടുക്കാതിരുന്നത്? ലൗ ഫഅൽതഹാ, നീ അത് ചെയ്തിരുന്നുവെങ്കിൽ അതിന്റെ കൂലി നിനക്ക് ഇവിടുന്ന് വാങ്ങാമായിരുന്നല്ലോ. അല്ലാഹു പറയും. പിന്നെ പറഞ്ഞെന്ത്? നീ എന്തേ എനിക്ക് വെള്ളം തരാതിരുന്നത് ദാഹിച്ചപ്പോ? ഉമ്മമാരെ, സഹോദരിമാരെ, അറിയണം, വെള്ളത്തിന്റെ ക്ഷാമം കഴിഞ്ഞ് മാസമായിട്ടില്ല നമുക്ക് മഴ കിട്ടാൻ തുടങ്ങിയിട്ട്, അല്ലേ? കടുത്ത വരൾച്ചയിലായിരുന്നുവല്ലോ നമ്മൾ. കിണറുകളിൽ വെള്ളമുള്ള കിണറുകളിൽ നിന്ന് ഒരു ബക്കറ്റ് വെള്ളം, അല്ലെങ്കിൽ ഒന്ന് മോട്ടോർ വെച്ചോട്ടെ,
ഒന്ന് വീട്ടിലേക്ക് വെള്ളത്തിന്, കുടിവെള്ളത്തിന്, ബാത്റൂമിലേക്ക് പോവാൻ വിഷമിക്കുന്ന ഘട്ടങ്ങളിൽ കിണറുകളിൽ വെള്ളമുള്ള വീട്ടുകാരോട് ഒരൽപ്പം വെള്ളം തരുമോ എന്ന് ചോദിച്ചപ്പോൾ കൊടുക്കാതിരുന്നവർ അല്ലാഹുവിനെ പേടിച്ചോളൂ. വലിയ ഗുരുതരമായ തെറ്റാണ് സംഭവിച്ചത്. പറ്റില്ലെന്നോ, കിണറ്റ് വെള്ളം തീരുമെന്നോ, ഞങ്ങൾക്ക് കിട്ടില്ലെന്നോ പറഞ്ഞ് നമ്മളെങ്ങാനും അങ്ങനെ ഒരു മറുപടി അയൽപ്പക്കക്കാർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉമ്മമാരെ, സഹോദരന്മാരെ, നിങ്ങളെ അല്ലാഹു നമ്മളെ കാക്കട്ടെ. അഹ്സിൻ ഇലാ ജാരിക തഖ്തകുൽ മുഅ്മിന. അയൽവാസിക്ക് ഉപകാരം ചെയ്യുന്നവനാണ് ഈമാനിന്റെ അടയാളം കാണപ്പെടുന്നവർ. അല്ലാഹു ചോദിക്കും, ദാഹിച്ചപ്പോ, ദാഹമുള്ള സത്യവിശ്വാസികൾ മനുഷ്യരുണ്ടായപ്പോ എന്തുകൊണ്ട് നീ വെള്ളം കൊടുത്തില്ല? അല്ലാഹുവേ, അല്ലാഹുവേ, നിനക്ക് ദാഹിച്ചില്ല, നിനക്കെങ്ങനെ ദാഹിക്കും? ഞാനല്ല, എന്റെ അടിമക്ക് ദാഹിച്ചപ്പോ എന്തുകൊണ്ട് വെള്ളം കൊടുത്തില്ല? അത് ചെയ്തിരുന്നുവെങ്കിൽ ഇവിടെ നിനക്കതിന് കൂലി കിട്ടുമായിരുന്നേനെ. പിന്നെ ചോദിക്കും, തമ്പുരാൻ, എന്റെ വസ്ത്രം എനിക്ക് തരാതിരുന്നത്? റബ്ബേ, നിനക്ക് വസ്ത്രം വേണോ? നിന്റെ അലമാരകളിൽ എമ്പാടും വസ്ത്രം നീ തൂക്കി വെച്ചപ്പോ ഓരോരോ ചുരിദാറിലേക്ക്, ഓരോരോ വസ്ത്രത്തിലേക്ക് വേണ്ട ഫാൻസികളും അതിലേക്ക് വേണ്ട ചെരുപ്പുകളും വേറെ വേറെ അലമാരകൾ മുഴുവനും വസ്ത്രങ്ങൾ വെച്ച് നിറച്ചപ്പോ നിന്റെ 4 വീടപ്പുറത്ത് കിടക്കുന്ന പാവപ്പെട്ട കുട്ടികൾക്ക് റമദാൻ കഴിഞ്ഞ് പെരുന്നാളിന് ഒരു നല്ല വസ്ത്രം എടുക്കാൻ കഴിയാതെ വന്നപ്പോ എന്തുകൊണ്ട് നീ അവർക്ക് വസ്ത്രം മേടിച്ചു കൊടുത്തില്ല എന്ന് അല്ലാഹു ചോദിക്കും. അത് ചെയ്തിരുന്നെങ്കിൽ നിനക്ക് ഇവിടെ സ്വർഗ്ഗലോകത്ത് അതിന്റെ കൂലി കിട്ടുമായിരുന്നല്ലോ. ഇനി പറയാൻ പോകുന്നു, ശ്രദ്ധിക്കുക. അല്ലാഹു പറയുന്നു, മരിൽതു, എനിക്ക് രോഗം വന്നപ്പോ നീ എന്തേ എന്നെ കാണാൻ വരാത്തത്? നിനക്ക് രോഗം വരെ റബ്ബേ. വഅൻത റബ്ബുൽ ആലമീൻ, നീയല്ലയോ റബ്ബേ ലോകരക്ഷിതാവ്. നിനക്കെങ്ങനെയാ രോഗം വരുന്നത്? മനുഷ്യനായ ഒരാൾക്ക്, ഒരാണിനോ പെണ്ണിനോ, നിന്റെ ബന്ധുവിനെ, നിന്റെ അയൽവാസിക്ക്, നിന്റെ കുടുംബക്കാരന്, നിന്റെ സുഹൃത്തിന്, നിന്റെ നാട്ടുകാരന് ഒരു മാരകമായ രോഗമുണ്ടെന്നറിഞ്ഞപ്പോ ആശ്വസിപ്പിക്കാൻ നിനക്ക് കഴിയുമായിരിക്കെ, ചെന്ന് കാണാൻ കഴിയുമായിരിക്കെ, വീട്ടിലോ ഹോസ്പിറ്റലിലോ ചെന്ന് എത്തിക്കാൻ കഴിയുമായിരിക്കെ, എന്തുകൊണ്ട് നീ ചെന്ന് നോക്കിയില്ല എന്ന് അല്ലാഹു നാളെ ചോദിക്കും. അത്രേ ഹബീബായ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അല്ലാഹു ചോദിക്കും, അത് നീ ചെയ്തിരുന്നുവെങ്കിൽ, നേരത്തെ പറഞ്ഞെന്താ? കൂലി ഇവിടെ കിട്ടുമായിരുന്നു, കൂലി ഇവിടെ കിട്ടുമായിരുന്നു, കൂലി കിട്ടുമായിരുന്നു. ഇനി പറയാൻ പോകുന്നത്, നീ അത് ചെയ്തിരുന്നുവെങ്കിൽ ആ രോഗിയുടെ അരികത്ത് ഞാൻ ഉണ്ടായിരുന്നല്ലോ, നിനക്ക് എന്നെ അവിടെ കാണാമായിരുന്നല്ലോ. പറയാ, അപ്പൊ എത്രയാണ് ഒരു രോഗിന്റെ കൂടെ നിൽക്കുന്നതിന്റെ കൂലി? ഒരു രോഗിയെ ശുശ്രൂഷിക്കുന്നതിന്റെ കൂലി എത്രയാണ്? ഹബീബായ തങ്ങൾ പറയുന്നു, രോഗസന്ദർശനം, ഭക്ഷണം കൊടുക്കുന്നത്, സുന്നത്ത് നോമ്പെടുക്കുന്നത്, പിന്നെ ജനാസ, ഒരു ജനാസയെ അനുഗമിക്കുന്നത്, ഖബർസ്ഥാനിലേക്ക്, ഈ 4 ഗുണങ്ങൾ ആര് ജീവിതത്തിൽ കൊണ്ടു നടക്കുന്നുണ്ടോ ഇല്ലാ അദ്ഖലഹുല്ലാഹുൽ ജന്ന, അവർക്ക് സ്വർഗ്ഗം ഉറപ്പാണെന്ന് ഹബീബായ റസൂലുള്ളാഹ്. അല്ലാഹു നമുക്ക് സ്വർഗ്ഗം തരാനുള്ള, കിട്ടാനുള്ള അസ്ബാബുകൾ അല്ലാഹു നമുക്ക് തരട്ടെ. ഹബീബായതങ്ങൾ പറയുന്നു, അലാ ഇന്ന സിൽഅത്തല്ലാഹി ഗാലിയ, അല്ലാഹുവിന്റെ ചരക്ക് വിലപിടിപ്പുള്ള ചരക്കാണ്. അലാ ഇന്ന സിൽഅത്തല്ലാഹി ഗാലിയ അലാ വഹിയൽ ജന്ന, സ്വർഗ്ഗം വില കൊടുത്തു വാങ്ങാനുള്ളതല്ല, വില കൊടുത്തു വാങ്ങാനുള്ളതല്ല. അലാ ഇന്ന സിൽഅത്തല്ലാഹി ഗാലിയ ലാ യദ്ഖുലു അഹദുകുമുൽ ജന്നത ഇല്ലാ ബിറഹ്മതിഹി, അല്ലാഹു നൽകുന്ന കാരുണ്യം കൊണ്ടല്ലാതെ, അവന്റെ ഫദ്ല് കൊണ്ടല്ലാതെ, ഔദാര്യം കൊണ്ടല്ലാതെ നിങ്ങൾക്ക് സ്വർഗ്ഗത്തിൽ കടക്കാൻ കഴിയില്ല. അവർ ചോദിച്ചു, നബിയേ, അമലുകളെ കൊണ്ട് കഴിയില്ലേ? ഇല്ല, അമലുകൾ ചെയ്താൽ അള്ളാന്റെ കാരുണ്യം കിട്ടാൻ കാരണമാണ്. പക്ഷേ കാരുണ്യമാണ് സ്വർഗ്ഗത്തിലേക്ക് പോകാനുള്ള കാരണം. കരുണയാൽ, റബ്ബിന്റെ ഔദാര്യമല്ലാതെ സ്വർഗ്ഗത്തിൽ കടക്കില്ല. നമ്മുടെ അമല് കൊണ്ട് വാങ്ങിക്കാൻ പറ്റുന്ന ലോകമല്ല അല്ലാഹുവിന്റെ സ്വർഗ്ഗലോകം. അമല് കൊണ്ട് വാങ്ങിക്കാൻ പറ്റൂല. വില കൊടുത്ത് വാങ്ങിക്കാൻ പറ്റുന്ന, വില പിടിപ്പുള്ളതിനല്ലേ, വില കൊടുത്ത് വാങ്ങിക്കാൻ പറ്റുന്നതല്ലേ വാങ്ങിക്കാൻ പറ്റൂ. സ്വർഗ്ഗത്തിന് വില കെട്ടാൻ കഴിയില്ലല്ലോ. അതിൽ അല്ലാഹു വെച്ചത് എന്തൊക്കെയാണെന്നാ. അതുകൊണ്ട് നബി തങ്ങൾ പറഞ്ഞു, ഇല്ലാ ബിറഹ്മതി വലാ അൻത യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, അങ്ങും സ്വർഗ്ഗത്തിൽ പോകുന്നത് അല്ലാഹു നൽകുന്ന കരുണ കൊണ്ട് തന്നെയാണോ? അതല്ല, അന്ന് ചെയ്ത അമൽ കൊണ്ടാണോ?
വലാ അന എനിക്കും സാധ്യമല്ല ഇല്ലാ അൻ യതഗമ്മദനി അല്ലാഹു ബിറഹ്മതിഹി അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ട് അള്ളാഹു എന്നെ പൊതിഞ്ഞാലല്ലാതെ എനിക്കും നാളെ രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ റഹ്മത്ത് കൊണ്ട് നമ്മെ മുന്നോട്ട് എത്തിച്ചു തരട്ടെ.